ഒരു പുതിയ സെഷനാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ചിന്ത ഉള്ളിലേക്ക് വരാൻ പോസിബിലിറ്റി ഉള്ള നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉള്ള എല്ലാവർക്കും ഞാൻ പറയുന്നില്ല നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ ഇരിക്കും ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ ഓഫീസ് അഡ്മിനിസ്ട്രേഷനോ ഇനി TTC അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരൊറ്റ സാധനം മനുഷ്യനാണോ നമുക്ക് ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മളെല്ലാവരും നമ്മളുടെ ആരുടെയും അനുവാദത്തോട് കൂടിയിട്ടല്ല ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെട്ടത്, പിറക്കപ്പെട്ടത്. നമ്മൾ ആരും തീരുമാനിച്ച സമയത്തോ നമുക്കോ ആരുടെ മകനായി ജനിക്കുന്നോ ആരുടെ മകളായി ജനിക്കുന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോ ആ കുട്ടി അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ആ കുട്ടിയുടെ ആരാണ് ഉമ്മ അല്ലെങ്കിൽ ആരാണ് ഉപ്പ അല്ലെങ്കിൽ ആരാണ് അച്ഛൻ അമ്മ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ ആ കുട്ടി വിളിച്ചു തുടങ്ങിയതാണ്. അതേപോലെ നമ്മൾ വിളിച്ചു തുടങ്ങിയതാണ് നമ്മളെ രക്ഷിതാക്കളെ. പക്ഷെ അന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിലും ജനിച്ചതിന് ശേഷം ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തീരുമാനമാണ് ഞാൻ ആരായിരിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും അതിന്റെ ഡിസൈനർ എന്ന് പറയുന്നത്, അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. അതിൽ ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് പരാജയത്തിനായിക്കൊള്ളണം എന്നില്ല. പക്ഷേ നമ്മളുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ പിഴച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ തീരുമാനം എടുക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കാം നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ലക്ഷ്യം കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എങ്ങനെ കാണാൻ? ലക്ഷ്യം മുൻകൂട്ടി കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് അറിയില്ല നമ്മൾ എന്തായിരിക്കണം എന്ന് നമുക്കറിയില്ല. നമ്മൾ എല്ലാവരും പോണ പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ പറയുന്ന കാര്യമാണ് ഡിഫോൾട്ട് സെറ്റിംഗ്. അതായത് നമ്മളുടെ ലൈഫ് ആണെങ്കിൽ, നമ്മുടെ ലൈഫിന്റെ ഗ്രാഫ് ആണെങ്കിൽ ശ്രദ്ധിക്കണേ, നമ്മള് ഓരോ സമയത്തും ഇങ്ങനെ പോകുന്നതിന് നമ്മള് ലൈഫ് ഇങ്ങനെ അങ്ങനെ പോകും. ഇത് നോർമലി ഉള്ള പോക്കാണ്. ഇതിന് പറഞ്ഞ പേരാണ് ഡിഫോൾട്ട് സെറ്റിംഗ്. അതായത് നമ്മളൊരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെറ്റിങ്സ് ഉണ്ടാവും. ആ സെറ്റിങ്സ് ഇപ്പൊ മൊബൈൽ തന്നെ പറയാം. മൊബൈൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ ആപ്പ് ഉണ്ടാവും, കുറെ സാധനങ്ങളുണ്ട്. നമുക്ക് യൂസേജ് ഉള്ളതും ഉണ്ടായിരിക്കും, ഉപയോഗം ഉള്ളതും ഉണ്ടായിരിക്കും, ഉപയോഗം ഇല്ലാത്തതും ഉണ്ടായിരിക്കും, രണ്ടും ഉണ്ടായിരിക്കും. അതെല്ലാം അതിൽ ഡിഫോൾട്ട് സെറ്റിങ്സ് ആണ്. അത് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഫോൺ ഓൺ ആക്കുന്നതോട് കൂടിയിട്ട് വരുന്ന സാധനങ്ങളാണ്. എന്നാൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. എന്താണ്? ഡിസൈൻഡ് സെറ്റിങ്സ് ആണ്. അതായത് നമുക്ക് വേണ്ടതിന് നമ്മൾ തീരുമാനിച്ചിട്ട് സെലക്ട് ചെയ്ത് എടുത്തതാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ നോക്കിയാണോ, നിങ്ങളെ കുട്ടികളെ കയ്യിലൊക്കെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഫോണിൽ മുഴുവനായിട്ട് ഗെയിം നിറച്ചിട്ടുണ്ടാവും അവര്. എന്താ സംഭവിച്ചത്? അവർക്ക് ആവശ്യമുള്ള ഗെയിമൊക്കെ അവരിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഡിസൈൻഡ്. അതായത് ഇത് നമ്മുടെ ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ പോകുന്ന ഡിഫോൾട്ട് സെറ്റിങ്സോട് കൂടിയിട്ട് പോകുന്നു. എന്താണ് പ്രത്യേകത? ഞാൻ എന്റെ പേര് ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, ഒരു ഫാത്തിമ. ഫാത്തിമ ഇതിലാരും ഫാത്തിമ ഇല്ലല്ലോ? ഓക്കെ, ഫാത്തിമാന്റെ ജീവിതം എന്താണ്? എല്ലാവരും പോണ അപ്പുറത്തുള്ള സെമീനാനെ കണ്ടിട്ടും സംസീറാനെ കണ്ടിട്ടും അപ്പുറത്തുള്ള ആളെ കണ്ടിട്ടും അവരെങ്ങനെ, അതേപോലെ എന്റെ ലൈഫ് ഇങ്ങനെ പോകും. എന്താ കാര്യം? നമ്മൾ ആരെയോ മകനോ മകളായിട്ട് ജനിച്ചു, എന്നിട്ടോ ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്, അത് അവർ ചെയ്യുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം ആസ് യൂഷ്വലി നമ്മൾ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ പോകുന്നു. നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വിജയിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. പത്താം ക്ലാസ്സിലെത്തി പിന്നെ ഇങ്ങനെ നമ്മൾ ഓരോരോ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ തന്നെ നമുക്ക് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടായി. എന്നാൽ ഇവിടെയാണ് നമ്മളുടെ ട്വിസ്റ്റ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ തീരുമാനിക്കുന്ന ഒരു ലൈഫ് അത് എവിടെ കിടക്കുന്നത്? ആ ലൈഫ് കിടക്കുന്നത് ഇവിടെ. എത്ര ഉയരത്തിലാണോ, എത്രയോ ഉയരത്തിലാണ് ആ ലൈഫ് കിടക്കുന്നത്. നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒറ്റയടിക്ക് ഇങ്ങനെ കയറി പോകാൻ സാധിക്കില്ല. ഒരിക്കലും സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പുകളോട് കൂടിയിട്ടാണ് കയറുക. ആദ്യം ഒരു സ്റ്റെപ്പ് ഇട്ടു,
അടുത്ത സ്റ്റെപ്പ് കയറി, അടുത്ത സ്റ്റെപ്പ് കയറി, അടുത്ത സ്റ്റെപ്പ് കയറി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താം. ഒരിക്കലും നമുക്ക് നേരിട്ട് എത്താൻ സാധിക്കില്ല. ഇവിടെയാണ് എന്തെല്ലാം ഉണ്ടായിരിക്കണം, ഈ സ്റ്റെപ്പുകളിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ സ്റ്റെപ്പിൽ എന്തെല്ലാം കാര്യങ്ങളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമ്മൾ എവിടേക്കാണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആ മാറ്റത്തിനനുസരിച്ചിട്ടുണ്ടായിരിക്കും അയാളുടെ വലിപ്പവും ചെറുപ്പവും. ശാരീരികമായിട്ടല്ല പറയുന്നത്, അയാളുടെ പ്രൊഫഷണലി അതേപോലെ തന്നെ അയാളുടെ ഇന്റേണലി ഉള്ള വളർച്ച എന്ന് പറയുന്നത് അതനുസരിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ എത്ര പ്രശസ്തി ഉണ്ടായിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ല, ഈ സ്റ്റെപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് കയറി പോന്നിട്ടില്ല. ആസ് യൂഷ്വലി നമ്മൾ പോകുന്ന, ഇപ്പൊ പണക്കാരന്റെ മകളാണെങ്കിൽ അവൾ പണക്കാരനായിക്കൊണ്ട് ജീവിച്ചു പോകുന്നു, പാവപ്പെട്ടവനാണെങ്കിൽ പാവപ്പെട്ടതായിട്ട് പോകുന്നു. ഇത്ര മാത്രമേ സംഭവിച്ചുള്ളൂ. അതിന് പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് എന്താണ്, ആ കാണുന്ന പുറത്തുള്ള ആ ചിത്രം മാത്രമാണുള്ളത്. ആ ചിത്രത്തിനെ നോക്കിയിട്ടാണ് നമ്മളെല്ലാവരും അയാൾ എന്ത് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്, അയാളുടെ നമ്മൾ വിശദീകരിക്കുന്നത്, അയാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, മറ്റുള്ളത് സംസാരിക്കുന്നത്. എന്നാൽ അയാളുടെ ഉള്ളിലെ അവസ്ഥ എന്താണ് നമുക്കാർക്കും അറിയില്ല. ഇതേപോലെയാണ് ഞാനും നിങ്ങളൊക്കെ, എല്ലാവരും, എല്ലാവരുടെ അവസ്ഥ ഇതാണ്. അപ്പൊ ഈ സ്റ്റെപ്പിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം, ഈ സ്റ്റെപ്പിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെ എങ്ങനെ നമ്മളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത്, ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ജീവിതമാണ് ഉണ്ടായിരിക്കുക അല്ലെ, ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. നമ്മളെ സിറ്റുവേഷൻസ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മളെ എല്ലാ അവസ്ഥകളും വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഏജ് ഒക്കെ ഒരേപോലെ ആയിരിക്കും, പേര് ചിലപ്പോ ഒരേപോലെ ആയിരിക്കും, സ്ഥലം ചിലപ്പോ ഒരേ സ്ഥലത്തായിരിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ രീതിയിൽ എൻറ്റയർലി ഡിഫറെന്റ് ഉണ്ടായിരിക്കും. അമ്മ കറക്റ്റ് അല്ലേ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അല്ലെ, എല്ലാവർക്കും എന്താ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എന്റെതും കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്ക് ആൺകുട്ടിയാണ്, എനിക്കും ആൺകുട്ടിയാണ്, എനിക്ക് പെൺകുട്ടി, എല്ലാം കറക്റ്റ്. അതെന്താണ്, പുറത്തുള്ള മുഖം കൂടിയാണ്, പുറത്തുള്ള സാധനമാണ്. എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോ വളരെ ദുഷ്കരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വേദനയോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സന്തോഷകരമല്ലാത്ത രീതിയിലുള്ള ജീവിതമാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു മൊത്തം ഒരൊറ്റപ്പറച്ചിൽ പറയാം, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് പാവപ്പെട്ടതിൻ്റെതായിട്ടുള്ള പല വിഷമങ്ങളും ഉണ്ടായിരിക്കും, പണക്കാരൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിരിക്കും, ആൺകുട്ടിയുള്ളവർക്ക് പെൺകുട്ടി ഇല്ലാത്തതിന്റെ വിഷമം ഉണ്ടായിരിക്കും, പെൺകുട്ടിയുള്ളവർക്ക് ആൺകുട്ടി ഇല്ലാത്തതിന്റെ വിഷമം ഉണ്ടായിരിക്കും. ഇനി എന്താ പറയാ, ഇതേപോലെ ഓരോ കല്യാണം കഴിഞ്ഞവർക്ക് കല്യാണം കഴിഞ്ഞ വിഷമം ഉണ്ടായിരിക്കും, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയാത്തതിന്റെ വിഷമം ഉണ്ടായിരിക്കും, ഭംഗിയുള്ളവന് ഭംഗിയുള്ളതിന്റെ കുറെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, ഭംഗിയില്ലാത്തവന് ഭംഗിയില്ലാത്ത കുറെ. ഇത് എപ്പോഴും ഇത് നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ കൂടെ ഉണ്ടാവും, ഇത് നമ്മളെ വിട്ടുപോകില്ല. എന്നാൽ ഇതിനെ അതിജീവിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മളുടെ ലൈഫിനെ ഡിസൈൻ ചെയ്താലോ നമുക്കിതിനെ മറികടന്നു പോകും. അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ ലൈഫിനെ അടിപൊളിയായിട്ട് കൊണ്ടുപോകും. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ കുറച്ച് സാധനങ്ങളാണ് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയി തോന്നുമെങ്കിലും, പക്ഷെ ഇതിനെ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രയത്നം എടുക്കണം, അതായത് ഉറച്ച തീരുമാനം എടുത്താൽ പോരാ, അടുത്ത ദിവസം തന്നെ അതിന്റെ ആക്ഷൻ തുടങ്ങണം, അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ അതിന്റെ ആക്ഷൻ തുടങ്ങണം. ആക്ഷൻ കൊടുക്കാത്ത ഒരു ക്ലാസ്സും നമ്മൾ കേട്ടിട്ട് കാര്യമില്ല. അത് വെറും ശബ്ദമായിട്ടും ശബ്ദത്തിന്റെ എന്താ പറയാ മാധുര്യവും അല്ലെങ്കിൽ ഗാംഭീര്യവും ഒക്കെ കേട്ടിട്ട് ആവേശത്തോടു കൂടിയിട്ട് ഇങ്ങനെ പോവും എന്നല്ലാതെ ആക്ഷൻ ആക്കാത്ത ഒരു പഠനമല്ല, ആക്ഷൻ ആകാത്ത ഒരറിവും അറിവല്ല. എപ്പോഴാണോ നമ്മൾ ആക്ഷൻ ആക്കുമ്പോൾ മാത്രമേ അത് നമ്മളിലേക്ക് എഫക്ട് ചെയ്യുകയുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അത് ഞാൻ പറയുന്നതായാലും ആര് പറയുന്നതായാലും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അത് വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ ഞാൻ പറയാണ്, സക്സസ് എന്താണ്? സക്സസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. സക്സസ് എന്താണ്? വിജയം. നമുക്ക് എല്ലാവർക്കും പറയാം സക്സസ് എന്താ? വിജയം എന്ന് പറഞ്ഞാൽ സക്സസ്. ഇത് നമുക്കറിയാം അല്ലെ, ഇതാണ് നമുക്കറിയാം. എന്താ വിജയം? നമ്മൾ കണക്കൂട്ടിയ വിജയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സ്കൂളിൽ വിജയിക്കുക, പരീക്ഷയിൽ വിജയിക്കുക, ഓട്ട മത്സരത്തിൽ വിജയിക്കുക, അല്ലെങ്കിൽ തീറ്റ മത്സരത്തിൽ വിജയിക്കുക,
അങ്ങനെ കുറെ വിജയങ്ങളാണ് നമ്മളൊക്കെ കരുതിയ പല വിജയങ്ങളില്. ഞാൻ പറയുന്നു ജീവിതത്തിൽ വിജയിക്കാം. എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം? അപ്പൊ അവര് പറയുന്നത് ജീവിതത്തിൽ ഓളൊക്കെ ഭയങ്കര വിജയം വിജയിച്ചു. എന്താണ് കാരണം? ഓക്ക് ഇഷ്ടം പോലെ പൈസ. അല്ല, അല്ല. എന്താ? ഒരാളുടെ വിജയം. എന്റെ വിജയം എന്ന് പറയുന്നത്, എന്റെ സക്സസ് എന്ന് പറയുന്നത് ഞാൻ തീരുമാനിക്കുന്നതാണ്. എന്റെ സക്സസ് എന്ന് പറയുന്നത്. സക്സസ് ഈസ് അവർ ബർത്ത് റേറ്റ് എന്നാണ്. സക്സസ് ഈസ് അവർ ബർത്ത് റേറ്റ്. അതായത് വിജയം എന്ന് പറയുന്നത് നമ്മളുടെ ജന്മാവകാശമാണ്. കാരണം ശ്രദ്ധിക്കണേ, നമ്മള് ഒരു പ്രാവശ്യം വിജയിച്ചു വന്ന ആളുകളാണ്. എപ്പോ? നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് വിജയങ്ങളിൽ നിന്ന് ഓടി, വളരെ സ്പീഡിൽ ഓടി നമ്മുടെ അണ്ടത്തിൽ പ്രവേശിച്ച ഒരാളാണ്. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ജീവിതത്തിലെ മത്സരം. നമ്മളുടെ കൂടെ നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പരാജയപ്പെട്ടപ്പോ നമ്മൾ വിജയിച്ചു. അണ്ടത്തിന്റെ ഉള്ളിൽ കയറി വിജയം കയറി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. പിന്നെ അത് എന്ത് ചെയ്യില്ല, പിന്നെ അത് ഓപ്പൺ ആവില്ല. പിന്നെ അത് ഒരിക്കലും ഓപ്പൺ ആവില്ല. അങ്ങനെ നമ്മൾ കയറി വിജയിച്ച് വന്നതാണ് ഈ ഭൂമിയിൽ ജനിക്കാനുണ്ടായ കാരണം. അതുകൊണ്ടാണ് പറയുന്നത് സക്സസ് ഈസ് അവർ ബർത്ത് റേറ്റ്. ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? നമുക്ക് ഇനിയുള്ള ജീവിതകാലത്ത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മളുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ശേഖരിച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ വിജയത്തിന്റെ കാരണം. ഇതാണ് രണ്ടാമത്തെ കാരണം. എന്നാൽ ആ വിജയം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയിട്ട് സംഭവിച്ചു. രണ്ടാമത്തെ വിജയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്താണ്? എന്റെ ഇഷ്ടത്തിന്, എന്താണ്? എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, എന്റെ സന്തോഷത്തിനനുസരിച്ചിട്ട്, എന്റെ സന്തോഷത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നവനാണ് സക്സസ് ആയ. വേറെ ഒന്നുമില്ല ഇതിന് മാനദണ്ഡം. വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ. എന്താണ്? എന്റെ ഇഷ്ടം എന്തായിരുന്നു? ആ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ഇഷ്ടം, എന്റെ സന്തോഷം എന്താണ്? ആ സന്തോഷത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പണമില്ല, പ്രശ്നമില്ല, പക്ഷെ ഞാൻ സന്തോഷവാനാണ് എന്ന് ഉറക്കനെ പറയാൻ പറ്റുന്നുണ്ടോ? സ്വന്തത്തിനോട് പറയാൻ പറ്റുന്നുണ്ടോ? അവനാണ് വിജയിച്ചത്. ജോലി കിട്ടി, അല്ല, അത് മാത്രമല്ല വിജയം. ജോലി കിട്ടിയാൽ ആ ജോലി സന്തോഷത്തോടു കൂടി ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ എനിക്ക് ചെയ്യാനും പൂർത്തിയാക്കാനും സാധിക്കുന്നുണ്ടോ? അപ്പോൾ ജോലി വിജയിച്ചു. അല്ല, ജോലിയൊക്കെ കിട്ടി, പക്ഷെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ അസ്വസ്ഥനാണ്, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതിനൊന്നും മറികടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, എന്റെ വീട്ടിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, ജോലി സ്ഥലത്തുള്ള പല പല പ്രശ്നങ്ങളുണ്ട്, അവരുമായിട്ട് എനിക്ക് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല, അവരെന്നെ വേദനിപ്പിക്കുന്നുണ്ട്, അവർക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് വേദന വരുന്നുണ്ട്, ഇത് കേൾക്കുമ്പോൾ വരുന്നുണ്ട്, അവർ അങ്ങനത്തെവരാണ്, ഇവർ ഇങ്ങനത്തെവരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ജോലിയിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ? നമ്മൾ സക്സസ് അല്ല. നമ്മൾ സക്സസ് അല്ല. എപ്പോഴാണ് സക്സസ്? ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ, ഞാൻ സ്വപ്നം കണ്ട പോലെ, ഞാൻ എപ്പോഴും എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ത്വര, അതിങ്ങനെ കിട്ടണം എന്ന് ഞാൻ അത്രയും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സാധനം കയ്യിലേക്ക് കിട്ടി, അതിന്റെ സന്തോഷം ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥ. ഒരാള് കരുതാണ് നല്ല ഭക്ഷണം കിട്ടണം, ഒരുപാട് കാലം ആഗ്രഹിച്ച് അയാൾക്ക് ഭക്ഷണം കിട്ടി, പക്ഷെ അയാൾക്ക് കഴിക്കാൻ കഴിയണില്ല, അയാൾ വിജയിച്ചിട്ടില്ല. ഭക്ഷണത്തിന് വേണ്ടി പോരാടി, പക്ഷെ അയാൾക്ക് അവസാനം വിജയിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. എന്താ വിജയിച്ചു എന്ന് പറയാൻ കാരണം? അയാളെ കയ്യിൽ ഭക്ഷണത്തിന്റെ പൊതി കിട്ടി. അല്ല, പക്ഷെ അയാൾക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ല, ഭക്ഷിക്കാൻ കഴിയുന്നില്ല. അയാൾ സക്സസ് അല്ല, അയാൾ പരാജിതനാണ്. സക്സസ് ഈസ് അവർ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം നമ്മളുടെ ജന്മാവകാശം. വിജയിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ പരാജയപ്പെടാൻ വന്നവരല്ല, നമ്മൾ വിജയിക്കാൻ വന്നവരാണ്. പാവപ്പെട്ട കർഷകന്റെ മകനായാലും അതുപോലെ തന്നെ പണക്കാരന്റെ മകനായാലും മകളായാലും, കറുത്തവന്റെ മകനായാലും മകളായാലും, കറുത്ത മകളായാലും വെളുത്ത മകളായാലും പല്ലു പൊന്തിയതായാലും എന്ത് സംഭവിച്ചാലും നമ്മൾ ഇവിടെ പരാജയപ്പെടാൻ വന്നതല്ല, നമ്മൾ വിജയിക്കാൻ വന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ടേക്ക് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. എന്താണ്? നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്ക്, അതിനുവേണ്ട എല്ലാ സാധനങ്ങളും നിന്റെ ഉള്ളിൽ ഞാൻ തന്നിട്ടുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാകും. ആ സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ എന്തിലേക്ക് എത്തല്? നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്.
ഇത് എല്ലാവർക്കും അറിയുന്ന സാധന, പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് അതിന് മാറ്റം വരുത്തേണ്ടത്, നമ്മളോടാണ് ചോദിക്കേണ്ടത്. നമ്മൾ അപ്പുറത്തവനോടല്ല ചോദിക്കേണ്ടത്. ഇവള് ചോദിക്കാണ് മറ്റൊരു മുബഷിറ ചോദിക്കാണ് സുമയ്യനോട്, അല്ലെങ്കിൽ സുമയ്യ ചോദിക്കാണ് ജ്യോതിനോ. ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അപ്പൊ സാറേ ഓള് അങ്ങനെയാണ്, ഓള് ഇങ്ങനെയാണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് മിസ്റ്റേക്ക്, ദ നമ്പർ 1 മിസ്റ്റേക്ക്. നമ്പർ 1 മിസ്റ്റേക്ക്. ഓള് അങ്ങനെയാണ്, ഓളെ കുറ്റം, ഓള് ഇങ്ങനെയാണ്, ഓള് അങ്ങനത്തെ ഇല്ല. ഞാൻ എങ്ങനത്തതാ, എനിക്ക് ഇനി എന്താണ് ഇന്നിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റുക, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് ഇനി ചെയ്യാൻ പറ്റുക, അത് ചിന്തിക്കുന്നവന് മാത്രമേ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദ നമ്പർ 1. ഓൻ്റെത് മാത്രമേ ഇത് വർക്ക് ചെയ്യൂ, അല്ലാത്ത ഒരാളും വർക്ക് ചെയ്യില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മറ്റുള്ളവന്റെ മേലിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടണം മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ്. കിട്ടിയതിൽ സന്തോഷം കണ്ടെത്താതിരിക്കാൻ. ഗ്രാറ്റിറ്റ്യൂഡ്, ഫർഗീവ്നെസ്. തന്നെ ഉപദ്രവിച്ചവനെ പുറത്തു കൊടുക്കണം. വെറുതെ റോട്ടിലൂടെ ഇങ്ങനെ പോകണം, ഓൽക്കൊക്കെ ഞാൻ പുറത്തെടുത്തു, ഓൽക്കൊക്കെ ഞാൻ ഒഴിവാക്കും. അല്ലല്ല, തന്നെ ഉപദ്രവിച്ച, വേദനിപ്പിച്ച, തന്നെ ശിക്ഷിച്ച അവർക്ക് വേണം വിട്ടുകൊടുക്കാൻ. എന്തിനാണ്? അവര് രക്ഷപ്പെടാനല്ല, എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം, എനിക്ക് എന്റെ സന്തോഷം കണ്ടെത്താം, എന്റെ ജീവിതത്തിൽ വിജയിക്കാം. ഇതൊക്കെയാണ് നമുക്കുണ്ടായിരിക്കേണ്ട കാര്യം. ഇതിന് നമ്മൾ രണ്ട് രൂപത്തിൽ പറയും. അതായത് ഒന്ന്, പുവർ മൈൻഡ് സെറ്റ്. അതായത് ദരിദ്രനായ മനസ്സിന്റെ ഉടമ. എന്താണ് ദരിദ്രനായ മനസ്സിന്റെ ഉടമ? ഒന്ന് റിച്ച് മൈൻഡ് സെറ്റ്, ധനികനായ മനസ്സിന്റെ ഉടമ. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താന്ന് പറയാൻ നിങ്ങൾക്ക്? ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താണ്? മനസ്സിന്റെ ദാരിദ്ര്യം. മനസ്സിന്റെ ദാരിദ്ര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം. മനസ്സിന്റെ സമ്പന്നതയാണ് ഏറ്റവും വലിയ സമ്പന്നത. ഏറ്റവും വലിയ സമ്പന്നത മനസ്സിന്റെ സമ്പന്നതയാണ്. ഏറ്റവും വലിയ സമ്പന്നത നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ് നമുക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ആ പാറ്റേണിലല്ല ജീവിച്ചു വന്നു, നമ്മൾ വേറെ പാറ്റേണിലാണ് ജീവിച്ചു വന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണ്, നമ്മളെ സാഹചര്യങ്ങളിൽ നിന്ന് നുള്ളിപ്പൊറുക്കി വെച്ച, നമ്മളുടെ അവസ്ഥകളിൽ നിന്ന് നമ്മൾ നുള്ളിപ്പൊറുക്കി വെച്ച, അടുക്കി വെച്ച ആ ഒരു പ്രതലത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു അടിത്തറയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പാവപ്പെട്ടവന്റെ മകളോ മകനോ പാവപ്പെട്ടവനായിക്കൊണ്ട് ജീവിക്കണം എന്നൊരു നിർബന്ധമല്ല. വിജയിക്കാതെ പരാജിതനായിക്കൊണ്ട് ജീവിക്കണം എന്ന് ഒരു നിർബന്ധമല്ല. അത് ആരാണോ പരാജിതനാണത് അവന്റെ കുഴപ്പമാണ്, ദൈവം തരാത്തോണ്ടൊന്നല്ല. നമ്മൾ പറയും ശ്രദ്ധിച്ചോ, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവൻ ഇങ്ങനെ പറയാം, ഏത് സമയത്തും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഈ ദൈവം എന്നോടൊരു കരുണയും കാട്ടുന്നില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എത്ര ഇത് ചെയ്തു, എത്ര ദാനധർമ്മം ചെയ്തു, എന്തെല്ലാം കാര്യം ചെയ്തു, എത്ര ഞാൻ സഹിച്ചു, എന്നിട്ട് എന്നോട് ഇതന്നെ ചെയ്യുന്നത് കണ്ടില്ലേ? എന്നോടൊരു ഇഷ്ടമില്ല ദൈവത്തിന്. ദൈവവിശ്വാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നോടൊരു ഇഷ്ടമല്ല. എന്താണ്? എന്നെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കാണ്, കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കാണ്. ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എത്ര പ്രാവശ്യം ഞാൻ, എന്തെല്ലാം അമ്പലത്തിൽ ഞാൻ പോയി, എന്തെല്ലാം പള്ളിയിൽ ഞാൻ പോയി, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ദാനധർമ്മങ്ങൾ ഞാൻ ചെയ്തു, എന്തെല്ലാം ഞാൻ സഹിച്ചു, എന്നിട്ട് എന്നെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടില്ല. ഇത് നമ്പർ 1. പിന്നെന്താ? തന്റെ സഹോദരനെ, അല്ലെങ്കിൽ സഹോദരിക്ക്, അല്ലെങ്കിൽ കൂടപ്പറപ്പിനെ, അല്ലെങ്കിൽ തന്റെ സുഹൃത്തിനെ ഒരു വലിയ വിജയം കൈവരിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാവുമ്പോ, ഒരു സന്തോഷം ഉണ്ടാവുമ്പോ നമുക്ക് സന്തോഷം ഇല്ലാതാകുന്ന അവസ്ഥ. നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയ പിരിവിരിപ്പ്. നിങ്ങൾ കണ്ടില്ലേ, ഈ ലൂസ് കോണ്ടാക്ട് ഉണ്ടായാല് അവിടെ ഇങ്ങനെ ഈ ചില സ്വിച്ചിന്റെ ഉള്ളിൽ നിന്നൊക്കെ കാണാം, കിരികിരി എന്ന ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാനൊക്കെ. ഒരു ലൂസ് കോണ്ടാക്ട് ഉണ്ടായി ചിലപ്പോൾ കണ്ടില്ല, നിങ്ങൾ ട്രാൻസ്ഫോർമറിനൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറി ഇങ്ങനെ കാണാം, ലൂസ് കോണ്ടാക്ട് ഉണ്ടായിട്ട് ഫീസിനായിട്ട്. അതേമാതിരി നമ്മളെ ഉള്ളിൽ ഒരു ചെറിയ പൊരിച്ചില്, ചെറിയൊരു എരിച്ചില്. ആർക്കാണ് ഉണ്ടാവുക? പുവർ മൈൻഡ് സെറ്റ്, ദരിദ്രനായ മൈൻഡ് സെറ്റുള്ള. പിന്നെ ഇതിനൊന്നും കൂടെ നമ്മൾ പറയാം, എന്താ വെച്ചാൽ ഒന്ന് ലിമിറ്റഡ് മൈൻഡ് സെറ്റ്. എന്താണ് അതിന്റെ പ്രത്യേകത? അത്രയൊക്കെ മതി, എത്രയൊക്കെ മതി. പിന്നെ മറ്റുള്ളവരൊക്കെ താരതമ്യം ചെയ്യുക, ഇല്ലാത്ത ആൾക്കാരൊപ്പം താരതമ്യം ചെയ്തിട്ട് അത്രയൊക്കെ മതി, ഓൽക്കൊന്നും അത് ഇല്ലല്ലോ, പിന്നെന്താ താരതമ്യം ചെയ്യും, കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ കണ്ടില്ലേ, ചെറിയ കുട്ടികള് ചിത്രം വരച്ചിട്ട്
ചുമരുമ വരച്ചിട്ടുണ്ടോ? 2 ചെറിയ മക്കളുണ്ടെങ്കിൽ ഒരാൾ ചുമരുമ വരച്ചു. അപ്പൊ നമ്മളെന്താ ചെയ്യാ? ചെല്ലുമ്പോ തന്നെ നമ്മളെ കയ്യിൽ എന്തുണ്ടാവും? വടി ഉണ്ടാവും, അല്ലെങ്കിൽ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. എന്നിട്ട് പറയും ചട്ടക ഉണ്ടാവും. എന്നിട്ട് പറയും ആരാണ് ചുമരിൽ വരച്ച്? ഞാനെന്താ വെച്ച് ഓനാണ് വരച്ച ആളാന്നാ പറയാ. ഞാനെന്താ വെച്ച് ഓനാണ്. എന്താ കാരണം? ഓൻ പേടിച്ചിട്ടാണ് സത്യത്തിൽ പറഞ്ഞത്. പക്ഷേ അന്ന് മുതൽ നമ്മൾ ശീലിച്ചതാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മൾ മറ്റുള്ളവരുടെ മേലിൽ അത് ചുമത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എന്താ പറയാ, പരീക്ഷയ്ക്ക് ഞാൻ കുറെ പഠിച്ചിരുന്നു, പക്ഷെ അതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നില്ല. ഞാൻ എന്താ ചെയ്യാ? ഇന്റെ കുറ്റല്ല. ആരെ കുറ്റാണ്? ആ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചറെ പറ്റാണ്. ഇതാണ് നമ്മളെ പ്രശ്നം. നമ്മളെ പ്രശ്നം ഇതാ. നമ്മള് നമ്മളിങ്ങനെ ഇപ്പൊ നമ്മളെ ഇപ്പൊ നിങ്ങളൊന്നും തോന്നരുത് ട്ടോ. ഞാൻ അതൊന്നും പറയുന്നോണ്ടൊന്നും തോന്നരുതേ. നിങ്ങൾക്ക് എന്നോട് പ്രത്യേകിച്ച് വെറുപ്പൊന്നും തോന്നരുത് ട്ടോ. നമ്മളെ പുതിയാപ്പിളിനോട് ഇങ്ങനെ സംസാരിക്കും നമ്മൾ. എന്തൊക്കെ സംസാരിക്കുക, നിങ്ങളൊന്ന് ഒരു ദിവസം റെക്കോർഡ് ചെയ്ത് നോക്കണ്ടിട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരിച്ചത് വേറുള്ളവരെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടേക്കാണ് സംസാരിച്ചിക്ക. ഓള് ഭയങ്കര ഇതാ, ഓലവിടെ പെരിയിൽ അങ്ങനെയാണ് അവരുടെ ഇതൊക്കെ. അപ്പൊ അയാൾ ഇങ്ങനെ മൂളിയൊക്കെ കേട്ടൊക്കെ അങ്ങനെ ആയി. ഇത് ഇഷ്ടപ്പെടാൻ സംഭവിക്കാരോ? അല്ല, ആ അസ്മതി കലാക്കോ ഞാൻ അതൊക്കെ കേട്ടു. അല്ല, അന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. അപ്പ അപ്പ കെടുത്ത് തിരിഞ്ഞാൽ മതി. ഞങ്ങളിപ്പോ ഇന്റെ കുറ്റ കണ്ടുപിടിച്ചണേ അല്ലെ? ഞാനൊരു കാര്യം പറഞ്ഞപ്പോ ഞാൻ കേട്ടത് പറഞ്ഞതല്ലേ, അല്ലാതെ നിങ്ങളിപ്പോ ഇന്റെ കുറ്റം കണ്ടുപിടിച്ച നിങ്ങൾക്ക് തന്നെ, നിങ്ങൾക്ക് ഇന്നെ പറ്റൂലപ്പോ. അവിടെ എന്ത് ചെയ്തു? അവിടെ എന്താ സംഭവിച്ചത്? സത്യത്തിൽ എന്താ? നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കുന്നേ ഇല്ല. നമ്മളെ ക്യാമറ എപ്പോഴും വേറെ വേക്കാം. ഇതിനർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ദരിദ്രരാ. എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, മാനസിക തലത്തിൽ നമ്മൾ ദരിദ്രരാ. കുറച്ചൊക്കെ ചിലപ്പോ ഉണ്ടാവും, പക്ഷെ ഇതിനായിട്ട് ക്യാമറയിൽ ഊരി പിടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. സത്യം. ഇതിപ്പോ നിങ്ങളെ മാത്രം പറയുന്നതല്ല. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ കയറാം. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനിയിപ്പോ അതിനൊരു ഉടക്കുണ്ടാക്കാതിരിക്കാൻ എന്ത് ചെയ്യും? അത് ഉണ്ടാക്കും. ആയിക്കോട്ടെ, പോട്ടെ. ഞാൻ ഇവിടെ എല്ലാവരോടും പറയും എപ്പോഴും, ഇന്നെങ്ങനെ കുറ്റം പറയും, ഇവിടെ പലരോട് കുറ്റം പറയും. എനിക്കിഷ്ടമാണ് കേട്ടോ, ഒരു പറയണേ എനിക്കിഷ്ടമാണ്. കാരണം എന്താ വെച്ചാല്, ആരൊക്കെ എന്നെ കുറ്റം പറഞ്ഞാൽ അത്രത്തോളം ഞാൻ വളരും. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്ന് ആരൊക്കെ കുറ്റം പറയുന്നുണ്ടോ, ഞാൻ അത്രത്തോളം വളരും. ഇന്ന് ആരൊക്കെ പ്രാഗുണ്ടോ, ഞാൻ അതിന് അത്രത്തോളം വളരും. എന്താ ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവ് പറഞ്ഞതാ. നിങ്ങൾ ആരോടെങ്കിലും അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഞാൻ ഇനിയും കൊടുക്കും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനാണത് തീരുമാനിക്കുന്നത്. എനിക്കിഷ്ടം, അത് കുഴപ്പമില്ല. ഞാൻ അവരോട് പറയും, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനുള്ളൂ. അങ്ങനെ എന്നെ പറയുമ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഒരു സുഖം കിട്ടണം. എന്തേ? ഒരു സുഖം കിട്ടണം, ഒരു സന്തോഷം കിട്ടണം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. നമ്മളെല്ലാരും പറയും, ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് വെറുതെ പറയുന്നല്ല. നിങ്ങളിപ്പോ ഇവിടുന്നാണ് കഴിഞ്ഞു പോയാല് എന്റെ കണ്ണു മുന്നിൽ നിന്ന് മാഞ്ഞ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾ വേറെ വേറെ സ്ഥലത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ എന്നെ പറയും. നമ്മളൊരു ഒരു പ്രത്യേകതയാണ്. കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ള റിയാലിറ്റിയാണ്. എന്റെ നാട്ടിൽ പോണ വഴിയില് ഒരു ഒരു തിണ്ട് ഇങ്ങനെ ഉണ്ട്. ആ തിണ്ടമ്മ കളക്ടറേറ്റിന്റെ ഉള്ളിലാ. അപ്പൊ കാറ്റ് കൊണ്ടിട്ട് വൈകുന്നേരം ഇങ്ങനെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ അങ്ങനെ നിർത്തി. ഞാൻ എപ്പോഴും നിർത്തലില്ല, ഞാൻ അവിടെ ഇരിക്കാറുമില്ല. അപ്പൊ എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് പണി. അപ്പൊ പിന്നെ ഞാൻ അവിടെ ഇരിക്കലില്ല. ഞാൻ നല്ലതായിട്ടൊന്നുമല്ല, ഞാൻ ഇരിക്കലില്ല. നമുക്ക് അതിന്റെ സമയമില്ല, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പണിയുണ്ട് ചെയ്യാൻ. അപ്പൊ ഞാന് അവിടുന്ന് അവിടെ എത്തിയൊക്കെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, സംഭവങ്ങൾ പറഞ്ഞു ശരി. ഇനിയിപ്പോ ഞാന് ഒരാളാണ് പോയേക്കനെ അപ്പൊ തുടങ്ങി ഓനെ പറ്റി പറയല്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതന്നല്ല ഇപ്പൊ ഇന്ത്യ അവസ്ഥ ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് പോയാൽ നിങ്ങൾ പറയില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താ വെച്ചാൽ ചിലവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പറയാൻ. ഇത് വേറൊരു സാധനമാണ്. ഇതന്നെയാണ് എല്ലായിടത്തും സംഭവം. ഇതൊക്കെ എന്താ വെച്ചാൽ മനസ്സിന്റെ ദൗർലഭ്യം, മനസ്സിന്റെ ദാരിദ്ര്യം, കെട്ട ദാരിദ്ര്യം. രക്ഷപ്പെടൂല. സത്യമാണ് പറയുന്നത്, രക്ഷപ്പെടും. ഒരു സമാധാനം ഉണ്ടാവില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സമ്മാനം കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിന്റെ ദാരിദ്ര്യമാണ്. എന്നാൽ അവർ വിജയിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കുകയാണ് എന്തിന്റെ കാരണത്താൽ? എനിക്കും വിജയിക്കണം എന്നുള്ള തോന്നലാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഇതാണ് സാധനം. ഈ മനസ്സിന്റെ ദൗർലഭ്യം, അതായത് ദാരിദ്ര്യം, അങ്ങനത്തെ ഒരാൾ
ഇരുളടഞ്ഞ ജീവിതമാണ് നമ്മളുടെ മുന്നിൽ കാണപ്പെടുക. ഒരിക്കലും നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഒരൊറ്റൊന്ന് കയറാൻ കഴിയില്ല. കയറുന്നത് മുഴുവൻ വൈദ്യുതി ഇങ്ങനെ വീഴും താഴേക്ക്. കയറാൻ കഴിയും, കയറാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾക്ക് കണ്ണീരും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ, മാനസികമായിട്ട് വേദനിപ്പിച്ചാൽ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളെ മനസ്സിൽ വേദനിപ്പിച്ചാൽ, നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്നെ വേദനിപ്പിക്കാൻ വേറൊരാൾ വരും. വേറൊരു സന്ദർഭം ഉണ്ടാവും, വേറൊരു സാഹചര്യം ഉണ്ടാവും. നമ്മൾ അത് മനസ്സിലാക്കാം. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കാം, എപ്പോഴും മനസ്സിലാക്കാം. അതാണ് ദരിദ്ര മനസ്സിന്റെ ഉടമകൾക്ക്. പിന്നെന്താ, പ്രാഗി പറഞ്ഞുകൊണ്ടേയിരിക്കാം. നിങ്ങൾ കേട്ടില്ല, ചില ആൾക്കാർ പ്രാഗി പറഞ്ഞുകൊണ്ടിരിക്കും. സ്വന്തം മക്കളൊക്കെ വെറുതെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ വെറുതെ. വലിയ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ, വെറുതെ അങ്ങനെ ചീത്ത പറഞ്ഞാല് ഒരു വേറെ ആരെങ്കിലും ഒപ്പം പോകട്ടോ. നിങ്ങളാരെങ്കിലും ഒപ്പം പോകുന്നതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വേറെ ആരെങ്കിലും പോകും. ഇനി ആരെങ്കിലും അങ്ങനെ പോയ ആൾക്കാരുണ്ട്, ഓൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ഞാൻ പോകാൻ കാരണം. ഇതിൽ ആരെങ്കിലും ഉണ്ടോ? പ്രേമിച്ച ആൾക്കാരുണ്ടോ? പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരുണ്ടോ? നിങ്ങൾ ധൈര്യമായിട്ട് കൈ പൊക്കിയോളി, കുഴപ്പമില്ല. ഉണ്ടോ? കൈ പൊക്കിയാൽ മതി. ഉണ്ടോ? ആഗ്രഹം കൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് പ്രേമിച്ചത്? നമുക്കൊരു പരിഗണന ഇവിടുന്ന് കിട്ടിയില്ല, കിട്ടിയ സ്ഥലത്തേക്ക് നമ്മളെ പോകും. നമ്മളെ ഉള്ളില് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ, അല്ലെങ്കിൽ തെറ്റാ പറഞ്ഞോളിട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഓള് പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ ഇതിന്റെ പൊതുവായിട്ടുള്ള കാര്യം പറയുന്നതാണ്. എനിക്കെന്താ എന്താ എന്താ പരിഗണന ഇല്ലാഞ്ഞേ? എനിക്ക് ഇന്നെ ആരും പരിഗണിക്കുന്നില്ല. നമ്മളെ ഉള്ളിലുള്ള ഒരു എത്ര, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിട്ടോ, എത്ര ഭംഗിയുള്ളവരാണെങ്കിലും ഭംഗി പോരാ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ പെൺകുട്ടികളെ മുന്നിൽ. സത്യമാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ വെച്ചാല്, നമുക്ക് ഇങ്ങനെ അല്ലേ, കൈ ഇങ്ങനെ പൊക്കണ്ടോളൂ പിന്നെ. ഓക്കെ അല്ല, നിങ്ങൾ ആലോചിച്ച്, ഭംഗി പോരാ, ഇന്റെ ഇത് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. അപ്പൊ നമ്മള് അത് എവിടുന്നുണ്ടായത്? നിങ്ങൾക്കറിയാം എവിടുന്നുണ്ടായത്? നമ്മള് ഒരിക്കലും കളിച്ചുകൊണ്ടിരിക്കാണ് വീട്ടില്. ചെറിയ കുട്ടിയാവുമ്പോ കളിച്ചുകൊണ്ടിരിക്കാണ്, ടേബിളിന്റെ അവിടെ ഓടിക്കളിക്കുക എന്തോ ചെയ്തുകൊണ്ടിരിക്കാണ്. ആ സമയത്ത് നമ്മളുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അവനോട് ചോദിക്കണം, അതാരാ? അത് ഇന്റെ മകളാണ്. ആ ആ കുഴപ്പമില്ലല്ലോ, ഉഷാറാണല്ലോ. ഉഷാറൊക്കെ തന്നെയാണ്, പക്ഷെ ഓള് മറ്റുള്ള അത്ര കളറില്ല. ആരാ പറഞ്ഞത്? ഉപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു. അത് നിങ്ങൾ കേട്ടിട്ടില്ല ഓല കണക്കില്. പക്ഷെ ആ സമയത്ത് മുഴുവൻ നിങ്ങളുടെ ഒരു ചെവി അയാളുടെ അടുത്തായിരിക്കും. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ഉള്ളിലുണ്ടാക്കി ഒരു ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി, നിങ്ങൾ അറിയാതെ. ആ സാധനം വളർന്ന് അവസാനം എന്തായി? നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഉഷാറാണെന്ന് പറയാൻ പോലും ആളില്ലാത്ത സമയത്ത് പുറത്തിറങ്ങിയപ്പോ ഒരുത്തൻ എന്ത് ചെയ്തു? എന്റെ ക്ലാസ് പഠിക്കണ, എന്റെ അടുത്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരിനെ കണ്ടപ്പോ പറഞ്ഞു, ഈ ഉഷാറാണ് കേട്ടോ, എനിക്ക് നല്ല ഉഷാറാട്ടോ, എന്റെ സ്വഭാവം ഉഷാർ, എന്റെ ഭംഗിയുള്ള ചിരിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോ നമുക്ക് തോന്നി, ഇവന് എന്നോട് എന്തൊക്കെയോ ഇഷ്ടമുണ്ട്. തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. എവിടുന്നാ കിട്ടാഞ്ഞത്? കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് ആദ്യം തന്നെ കിട്ടാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇത് സംഭവിച്ചു. അപ്പോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അത് ആ സമയത്തൊക്കെ ഉള്ള പ്രയാസങ്ങൾ ഇതാണ്. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ഒരു ദുർബലമായിട്ടുള്ള അവസ്ഥ വന്നപ്പോഴാണ് വേറൊരാൾ കയറിയിട്ട് കുത്തിയത് അവിടെ. ഈ ക്ലാസ് എന്ന് പ്രേമിച്ചതാ? അവളെ പേരെന്താ? കാണുന്നില്ലല്ലോ. ക്ലാസ് എന്ന് പ്രേമിച്ചതാ? പഠിക്കുമ്പോ പ്രേമിച്ചതാ? ഏഹ് എന്റെ പേര് കാണുന്നില്ലല്ലോ. കിട്ടി. എന്താണ്? സനം. സനം. അന്റെ വീടെവിടാ? ടൈപ്പ് ചെയ്തോ. വീടെവിടെയാ? മലപ്പുറം. മലപ്പുറം എവിടെയാ? ഇതാ പൊന്നാനി. പൊന്നാനി, മലപ്പുറം. അങ്ങനെ തൽക്കാലാണല്ലോ. ഓക്കെ. പൊന്നാനി. ഇപ്പൊ പൊന്നാനിന്ന് വരുന്നവരൊക്കെ കുറെ ഓഫ്ലൈനിലും 2-3 ആൾക്കാർ അവരൊക്കെ പ്രേമിച്ച് കെട്ടിയത്. എന്താ സംഭവം? പൊന്നാനിയിൽ ഇതിന്റെ ഒരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ടോ കടപ്പുറത്ത് കൂടെ? ഉണ്ടോ? പൊന്നാനി ഇങ്ങനായി മാറിയോ? പറയും പൊന്നാനി, എങ്ങനെ? പുത്തമ്പള്ളി. പൊന്നാനി, പുത്തമ്പള്ളി. പുത്തമ്പള്ളി എന്താ? ആ ഏരിയയില്. ആ ഏരിയയില്. അതല്ല, പൊന്നാനിന്റെ വേറെ കുറെ പൊന്നാനിക്കാർ ഇവിടെ വരലുണ്ട്. ഇവിടെ റെഗുലറിലൊക്കെ വരുന്ന കുട്ടികളുണ്ട്. പ്രേമിച്ചാലൊക്കെ ഞാൻ 2-3 ആൾക്കാരെ കണ്ടു. കുഴപ്പമൊന്നുമില്ല, പ്രേമിച്ചാലും കുഴപ്പമില്ല. സുഖാണോ? അപ്പൊ ജീവിതം സുഖാണോ? എല്ലാം സുഖം. എത്ര കാലായി കല്യാണം കഴിഞ്ഞിട്ട്?
കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ആ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ പിന്നെ 10ാമത്തെ വർഷത്തേക്കാണ്. ആ, അത് ശരി. 6 കൊല്ലം പ്രേമിച്ചായിരുന്നു അല്ലേ? ഇപ്പോഴും പ്രേമുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ആ പ്രേമുണ്ടോ? ആ ഗുഡ്. കുട്ടികളായി വന്നാ? എത്ര കുട്ടികളായി? മോനുണ്ട്. ഏ ഒന്നാ? ഒരു മോന്. ആ ഒരു മോനുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എവിടുന്നാ നമ്മള് പോയത്? പൊന്നാനിക്ക് എവിടുന്നാ പോയത്? നിങ്ങള് എന്റെ കൂടെ ഉണ്ടാവട്ടെ. എവിടുന്നാ പോയത്? എവിടുന്നാ നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു പോയത്? ഡൈവേർട്ടായി പോയത്? ആ. ഉം. ആരെ മനസ്സിന്റെ മനസ്സിലും ഉം. മനസ്സിന്റെ ആരെ മനസ്സിലും മറ്റുള്ളവരെ വിജയം കണ്ടിട്ട് നമ്മള് അസൂയപ്പെടരുത് എന്നൊക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഇതാണ് നമ്മളെ പ്രശ്നം. നമ്മള് കൂടെ ഉള്ള ആൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ കൈയടിക്കാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോ കൈയടിക്കാൻ ആളുണ്ടാവുള്ളൂ. അവര് നമ്മളെ കൈയടിച്ചോളില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്തു കൊടുത്തു, എന്നിട്ട് നമ്മൾ തിരിച്ച് അയാളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും. അത് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വിഷമിക്കും. അപ്പൊ നമ്മള് സ്വാർത്ഥത ഇല്ലാതെ ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേറൊരാൾ വരും. വേറൊരു സന്ദർഭം വരും, വേറൊരാൾ വരും. അപ്പൊ മനസ്സിന്റെ ദൗർലഭ്യമല്ല, മനസ്സിന്റെ ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം പിടിച്ച മനസ്സുണ്ടായാല് ഭയങ്കര പ്രയാസം. നിങ്ങൾ ഒരു ഒരു രണ്ട് റിച്ച് മൈൻഡ് സെറ്റിന്റെയും അതേപോലെ തന്നെ പൂർ മൈൻഡ് സെറ്റിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരാള് ഒരു ഒരു വലിയ ടൗണില്, ഡൽഹി പോലുള്ള ഒരു വലിയ ടൗണില് ഒരു എന്താ CNN ചാനല് ഒരു ഇന്റർവ്യൂ നടത്താണ്. എന്താ വെച്ചാൽ ആ ഒരു സ്ഥലത്തുള്ള ബ്ലോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്താണ്. ബ്ലോക്ക് എന്നാൽ റോഡ് ബ്ലോക്ക്, ട്രാഫിക് ജാം. അങ്ങനെ ഒരാളിങ്ങനെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വണ്ടിയിൽ. അപ്പൊ മെല്ലെ ഗ്ലാസ് കുത്തിയപ്പോ താത്തി എന്തായെന്ന് വെച്ചു അയാള് ദേഷ്യത്തില്. ഒന്നുമില്ല സാർ, ഞങ്ങൾ ഇങ്ങനെ ഇത് നടത്താമെന്നാണ്, സാറിന്റെ അഭിപ്രായം എന്താ ഇതിനെ വെച്ച്? ഇത് എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗവൺമെന്റ് ആണ്, ഇവിടെ എന്നുള്ള ബ്ലോക്കാണ്, 1 മണിക്കൂർ ഭയങ്കര പ്രയാസമാണ്, എനിക്ക് ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഭയങ്കര ചൂടാവലാണ്, ഒന്നും ചോദിക്കാനായിട്ടില്ല. അവസാനം ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ, നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയാന്നൊക്കെ ചോദിച്ചപ്പോ ചാനലിൽ മെല്ലെ മൈക്ക് വലിച്ചിട്ട് മെല്ലെ അവിടുന്ന് മാറി പോയി. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ ഇങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ബാക്കിൽ പോയപ്പോ അടുത്തൊരാൾ വണ്ടിക്കാരൻ കണ്ടു. അയാൾ ഇങ്ങനെ സീറ്റൊക്കെ ബാക്കിലോട്ട് ഇട്ടിട്ട് ഒരു പുസ്തകം വായിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ തിരിച്ചു ചോദിച്ചു, സാറിന് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ അയാള് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അയാൾ പറയാണ്, സിമ്പിൾ ആയിട്ട്, ഇതിവിടെ എന്നുള്ളതാണ്, ഇത് എല്ലാ ദിവസവും ഉള്ളതാണ്. ഒരു 1/2 മണിക്കൂർ ടു 3/4 മണിക്കൂർ വരെ ഞാനിവിടെ ബ്ലോക്ക് ആവും. അപ്പോ ഞാൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോരുമ്പോ ഒരു കുറച്ച് സമയം മുന്നേ ഇറങ്ങും, നേരത്തെ ഇറങ്ങും. എന്നിട്ട് ഇവിടെ ബ്ലോക്കിലെത്തും, ഇവിടെ കുടുങ്ങുന്ന സമയത്ത് ഞാനൊരു പുസ്തകം എടുക്കാം, ഈ സീറ്റിലേക്ക് നോക്കും, ഇതൊക്കെ എന്റെ പുസ്തകങ്ങളാണ്. ഇതിൽ നിന്നൊരു പുസ്തകം എടുക്കും, വായിക്കും. ആ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളാണ്, ഈ ട്രാഫിക് ജാമിൽ നിന്ന് വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളാണ് എന്റെ ലൈബ്രറിയിലുള്ള മിക്കവാറും പുസ്തകങ്ങൾ എന്ന് പറയണേ. വളരെ കൂളായിട്ട്. അയാൾക്ക് ഒന്നുമില്ല, അയാളെന്താണ്? റിച്ച് മൈൻഡ് സെറ്റിന്റെ ഉടമ. മറ്റേ ആൾ കുറെ ചാടി കളിച്ച് കുറെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി, കുറെ ഡിപ്രഷൻ ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ട്രാഫിക് ജാം മാറുമോ? ഇല്ല. ആർക്കാണ് അസുഖം വരിക? അയാൾക്കാണ് അസുഖം വരിക. നിങ്ങൾ കണ്ടില്ലേ, ചിലപ്പോ നിങ്ങൾ ഭർത്താക്കന്മാരെന്നെ ഉണ്ടാവും, നമ്മളിങ്ങനെ ടൂർ പോയിക്കാൻ എങ്ങട്ടെ, നിങ്ങൾ അങ്ങനെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കിയാണ് പറയണം കേട്ടോ. നല്ല ക്ലാസ് നമുക്കൊരു രസം ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ ടൂർ പോവാണ്, ഊട്ടിക്ക് കൊടുക്കൽ, ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ടൂർ പോവാണ്. കുറെ കാലത്തിന് ശേഷം എങ്ങനെയൊക്കെ കുത്തിമറിഞ്ഞ ഒരു ടൂർ ഒപ്പിച്ചതാ. അപ്പൊ ആ ടൂർ ഇങ്ങനെ സന്തോഷത്തിൽ പോണ സമയത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ ആരെങ്കിലും ഒരാള് ഒരു റോങ് സൈഡിൽ കൂടെ കയറി, അല്ലെങ്കിൽ ഒരാൾ ഹോൺ അടിച്ചിട്ട് മാറി തന്നില്ലെങ്കിൽ ഇയാള് കിടന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇതാവും, വല്ലാത്ത ഇതിന് ആരാ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തത്, ഇവനെ കൊണ്ടൊക്കെ ഒരു കഷ്ടപ്പാട് കണ്ടില്ലൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തിരിക്കുന്ന നിങ്ങളെ മേൽക്കാണ് ചാടുക. ചിലവരുണ്ടാവും, ഉണ്ടോന്ന് നിങ്ങൾ അറിയുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഭയങ്കര ദേശീകരം. ഓൻ ആര് ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് ഓനൊക്കെ അറസ്റ്റ് ചെയ്യണം, അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇതുണ്ടാക്കും, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. ആർക്കാ നഷ്ടം? അയാൾക്കാ നഷ്ടം. എന്താ കാരണം? ആ നേരത്തെക്കാൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങളോടാ ചൂടാവും. നമ്മളെ ടൂറും കൊളായി, യാത്രയും കൊളായി, നമ്മളൊന്ന് ആസ്വദിച്ച് പോകാൻ വേണ്ടിട്ട് തന്നേക്കാരം.
ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ പുവർ മൈൻഡ് സെറ്റോട് കൂടി പോണ ആൾക്കാരാണ്. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിനോ? സത്യം പറഞ്ഞാൽ മതി. നീ എന്നോട് പറഞ്ഞാല് എന്തേലും ആവുന്ന എഴുതി പറയണ്ട. ആർക്കുണ്ടെങ്കിലും കൈ നോക്കിയാണ് ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ല? നിങ്ങൾ ഭയങ്കര ഉഷാറായിട്ട് പോലെ സന്തോഷം. ഓക്കെ. ആർക്കെ ഉണ്ടായിനോ? ഉണ്ടോ? ഇങ്ങനെ അനുഭവം ഉണ്ടായിനോ? ഓവർടേക്ക് ചെയ്യാൻ പറ്റാഞ്ഞാൽ ദേഷ്യം പിടിക്കുക, ബസ്സുകാരെ ഓൺ അടിച്ചാൽ ദേഷ്യം പിടിക്കുക, ഒക്കെ ഉണ്ടായിനോ? ഞാൻ അങ്ങനെ അഥവാ ഉണ്ടായിക്കണമെങ്കിൽ അവരോട് പറയാ, നിങ്ങൾ സമാധാനപ്പെടി. റോഡ് നമ്മൾക്ക് മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവർക്കും ഉള്ളതല്ലേ. സമാധാനമായിട്ട് പോവാ. അല്ലെങ്കിൽ ആ സമയത്ത് പറഞ്ഞെടുക്കരുത്. ആ സമയത്ത് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും നിങ്ങളെ വ്യക്തിക്ക്. അപ്പൊ പറയരുത്, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞെടുക്കുക. അപ്പൊ ഒരിക്കലും മിണ്ടരുത്. അപ്പൊ നിങ്ങൾ ഫുൾ സൈലന്റ് ആകുക. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല കൂളായിട്ടുള്ള സമയമാകുമ്പോ പറഞ്ഞെടുക്കുക. പറഞ്ഞെടുക്കുക, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയിട്ടില്ലേ, പക്ഷെ നമുക്ക് നമ്മളതല്ലേ നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞ അയാളവിടെ ഫുൾ ഫ്ലാറ്റ് ഒക്കെ. കാരണം എന്താ, നിങ്ങളെ ഡ്രൈവിങ് ഭയങ്കര ഉഷാറാണ് പറഞ്ഞോട് കൂടിയിട്ട് അയാൾ എന്തായി, ഫ്ലാറ്റ് ആയി. പിന്നെ അയാള് നിങ്ങളെ അടിയിൽ അത് കീപ്പ് ചെയ്തിട്ടാ പോകും. ഓക്കെ. അപ്പോ ഈ പുവർ മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ്, ഇതാണ് ആദ്യത്തെ സാധനം. ഇത് ഇല്ലാത്തവന്, ഈ റിച്ച് മൈൻഡ് സെറ്റ് ഇല്ലാത്തവന്, അതായത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എനിക്ക് ഇനിയും പഠിക്കണം, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, പഠിച്ചു വളരാനുണ്ട്, ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡെവലപ്പ് ചെയ്യാണ്ട്, ഈ ചിന്തയോട് കൂടിയിട്ടുള്ള ആളായിരിക്കണം നമ്മൾ. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതായത് റിച്ച് മൈൻഡ് സെറ്റ്. മറ്റേ ആൾ എങ്ങനെ കയറാം, എല്ലാം അറിയാനുള്ള ഭാവകരം, പക്ഷെ ഓനെ ഒന്നും അറിയണ്ടാവില്ല. ചില ആൾക്കാരെ കണ്ടില്ലെങ്കില് എന്തോ അതൊക്കെ എനിക്കറിയാം, കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച അവർക്ക് ഒന്നും അറിയണ്ടാവില്ല. ഭയങ്കര ജാടകരം, ഭയങ്കര ജാടകരം. നമ്മളപ്പോ ഒരു പാവായി കൊടുത്താൽ എനിക്ക് കുഴപ്പമില്ല. ഇത് ഈ റിച്ച് മൈൻഡ് സെറ്റിൽ നമുക്ക് ഏത് മൈൻഡ് സെറ്റ് ആവേണ്ടത് നമ്മൾ തീരുമാനിച്ചാൽ ഫസ്റ്റ് ഡിസിഷൻ എന്താണ്? ഈ സ്റ്റെപ്പിലെ ഫസ്റ്റ് ഡിസിഷൻ എന്താണ് നമുക്ക് വേണ്ടത്? ഞാൻ ഏത് മൈൻഡ് സെറ്റുകാരനാണ്? ഞാൻ ദരിദ്രനായിട്ടാണോ ജീവിക്കേണ്ടത്, മാനസിക തലത്തിൽ ദരിദ്രനായിട്ടാണോ ജീവിക്കേണ്ടത്, ധനികനായിട്ടാണോ ജീവിക്കേണ്ടത്? ഒരാൾ നമ്മളങ്ങനെ കളിയാക്കാണ്, അതിന് നമ്മളിങ്ങനെ ടെൻഷനാവാം. ഞാനൊരു ഉദാഹരണം പറയണേ. കളിയാക്കുന്നത് ഓരോ സ്വഭാവമാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. ചില ആൾക്കാര് നമ്മളങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഇകഴ്ത്തി പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ എന്തൊരു വൃത്തിയായിട്ട സാധനം, അതുപോലെ സ്വഭാവമാണ്. ഓരെന്നെ പുകഴ്ത്തി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഇകഴ്ത്തി പറഞ്ഞാലും കുഴപ്പമില്ല. പുകഴ്ത്തി പറഞ്ഞാൽ സന്തോഷം, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം. ഇത് ചിന്തിക്കാൻ പഠിക്കണം. ചില ആൾക്കാരുണ്ട് പരിഗണിക്കണില്ല, എന്നെ തീരെ പരിഗണിക്കൂല. നിങ്ങളെന്താ മനസ്സിലാക്കണ്ടേ, പരിഗണിച്ചാലും ഇല്ലെങ്കിലും എനിക്കെന്താണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. ഓല് പരിഗണിച്ചാലേ ഞാൻ സന്തോഷം. ഇല്ല, ചിന്തിക്കണ്ട, ഒരു കാര്യമില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടോ, നല്ല കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കാണില്ല, ഞാൻ നിൽക്കണേ, ഇങ്ങനെ നിൽക്കണേ. നമുക്ക് കറി കൂട്ടാൻ ആഗ്രഹമില്ലായിട്ടൊന്നുമില്ല. കറി എന്തെങ്കിലും ചില ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, കഷ്ടപ്പെട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും, എന്തെങ്കിലും അപ്രീസിയേഷൻ കിട്ടുന്ന എഴുതിയിട്ട്. അയാൾ അതൊക്കെ തിന്നാണ്ട് അറിയും. പിന്നെ ഓക്കെ, ഞാൻ പോകട്ടോ, ഒറ്റ പോക്കാം. പിന്നെ അല്ല, അഥവാ നമ്മൾ ചോദിക്കാണ്, അല്ല നമുക്ക് കുറച്ച് ധൃതി കൂടുതലേക്കാരം, ഇതൊന്ന് റിസൾട്ട് കിട്ടാൻ ഞാൻ ഭയങ്കര ഒരു അസ്വസ്ഥതയേക്കാരം. അപ്പൊ നമ്മള് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് ചോദിക്കും, അല്ല എന്താ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, ഉപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എങ്ങനെ വാടി ചേമ്പിന്റെ ഇല പോലായി. ഇയാൾക്ക് എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല. സത്യം നമ്മൾ മനസ്സിലാക്കുക, ഞാൻ നന്നായി കുക്ക് ചെയ്യും. ആഹാ, എന്താണ് എനിക്ക് ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് കഴിയും, അതിന്റെ കടമയാണ്. ഞാൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലേലും കുഴപ്പമില്ല. ഇങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. ചില ആൾക്കാർ നമ്മളെ ബലഹീനതയെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊടുക്കും. എന്താ ബലഹീനത? ചില ആൾക്കാര് ഇപ്പോ നമുക്ക് വേദനയ്ക്ക് വരും, ആ രീതിയിലാണ് സംസാരിക്കുക. ചില ആൾക്കാർ എന്താ വെച്ചാല് നമ്മളെ ബലഹീനത അല്ലെങ്കിൽ നമുക്കുള്ള കുറവുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കും. കാരണം നമ്മളേതല്ലാത്ത കാരണങ്ങളെ കൊണ്ട് നമുക്ക് കുറെ കുറവുകൾ ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കുറെ കുറവുകൾ ഉണ്ടാവും. അതിന് നമ്മളെ കളിയാക്കും. ഉദാഹരണം, കറുത്തിട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല.
കുറച്ചൊക്കെ നമുക്ക് പലതും തേച്ചുകാണ്ട് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ തേച്ചാല് എത്ര വെച്ചിട്ടാ തേക്കുക, ഒരു ചാക്ക് തേച്ചാലും ശരിയല്ല. കാരണം എന്റെ കളർ കറുപ്പ, ഞാൻ എന്താ കാട്ടണതിന്? സത്യം പറഞ്ഞേ, എന്താ കാട്ടണം? ഞാൻ അഭിമാനിക്കുന്ന ആളായിരുന്നു. അഭിമാനത്തോടു കൂടി പറയും, സങ്കടം പറയുന്ന ഒന്നല്ല. എന്റെ നാട്ടിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം കണ്ടപ്പോ, എടാ ഞാൻ ഇപ്പൊ രാവിലെ ഇങ്ങനെ ഈടാ വെയിലോട്ടിട്ടാണ് ഭയങ്കര ഒരു കറുത്തുണ്ടല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ കറുത്തിട്ടല്ലേ. പിന്നെ അയാൾക്ക് ഒന്നും പറയാനില്ല, ഞാൻ ആദ്യമേ കറുത്തിട്ട, എന്റെ വാപ്പ കറുത്തിട്ട, പിന്നെ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല, അന്തസ്സോട് കൂടി പറയാൻ പറ്റും. എന്റെ പല്ലെന്താ പൊന്തിക്കുന്നത്, അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാ, പിന്നെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് ഇതന്നെ നമ്മളെ പരിപാടി. പല്ല് പൊന്തിക്കണം, പല്ല് പൊന്തി. ഓരോട് പറയണം പല്ല് പൊന്തിയല്ലേ, അത് എന്റെ സ്റ്റൈൽ, അതാണ് എന്റെ സ്റ്റൈലാണ്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര 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 ഒരു ഭംഗി തോന്നില്ല, അത് ഈ പല്ലുകൊണ്ടാ പറയണോ. അയാൾക്ക് ഒന്നും പറയണ്ടാവില്ല, ഒന്നും പറയണ്ടാവില്ല. അല്ലെങ്കിൽ അയാളോട് പറഞ്ഞ അയാളോട് പറയാം, എന്റെ പുതിയാപ്പിളക്കേ എന്റെ ഈ പല്ല് ഭയങ്കര ഇഷ്ട, എന്തോ ഈ പല്ല് കണ്ടിട്ട് എന്നെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നും പറയണ്ടാവില്ല, ഒന്നും പറയണ്ടാവില്ല. ചിലർ എനിക്ക് പെൺകുട്ടികൾ മാത്രമല്ലോ, പെൺകുട്ടികൾ മാത്രമല്ലോ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പെൺകുട്ടികൾ മാത്രമല്ലോ. എനിക്ക് 2 പെൺകുട്ടികളാണ്. എന്നോട് ആരെങ്കിലും ചോദിക്കുമ്പോ തന്നെ എത്ര കുട്ടികളെ ചോദിക്കും. അപ്പൊ ഓർക്ക് അടുത്ത ചോദ്യം ഓന്റെ എന്തെങ്കിലും ഓന്റെ ആൺകുട്ടിയാ പെൺകുട്ടിയാന്ന് എങ്ങനെ ചോദിക്കാം. ഞാൻ ആദ്യം തന്നെ ഒറ്റ ഉത്തരം പറയാം, എന്താ പറയുക, എനിക്ക് 2 പെൺകുട്ടികൾ, എനിക്ക് 2 പെൺകുട്ടികളാ. പിന്നെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? പിന്നെ ഓർക്ക് അടുത്ത ചോദ്യം എന്തിനാ പഠിക്കുന്നത്, അത്രേ ചോദിക്കാണ്ടാവുള്ളൂ, അത്രേ ചോദിക്കാണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവാ, അല്ലെങ്കിൽ ഓലത്തെ ഇതൊക്കെ വരാം, എന്തേ പെൺകുട്ടിയാളെ, ആൺകുട്ടിയില്ല, ആൺകുട്ടിയില്ല, ഒന്നുമില്ല അല്ലേ, എന്തായാലും പ്രാർത്ഥിക്കല്ലേ നമുക്ക് ആൺകുട്ടിയൊക്കെ ഇല്ലെങ്കിൽ. നമ്മൾ ഇങ്ങനെ പറയാം, എനിക്ക് 2 പെൺകുട്ടികളാ, സ്റ്റോപ്പ്, ക്ലോസ്ഡ് ചാപ്റ്റർ. ഇത് പഠിച്ചാൽ റിച്ച് മൈൻഡ് സെറ്റ്. ഓരെന്തേലും പറയുമ്പോൾ നമ്മൾ തളരാൻ നിന്നാൽ പോർ മൈൻഡ് സെറ്റ്. അങ്ങനെ ഇവിടെ നോക്കിക്കാണ്ട് പറയണേ, ശരിക്കും നോക്കാൻ നോക്കട്ടെ, എനിക്ക് ചെറിയൊരു കോങ്കണ്ണുണ്ടോ, കോങ്കണ്ണ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നിങ്ങൾക്ക് അറിയാം, മലപ്പുറത്തേക്ക് വേഗം മനസ്സിലാവും കോങ്കണ്ണ്. അപ്പൊ പിന്നെ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറില്ല പാവം, എന്താ ഇങ്ങോട്ടുണ്ടോ, ഇങ്ങോട്ട് ഇല്ലാത്ത പോക്ക് വരാതെ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാല്, അങ്ങനെ പുവർ മൈൻഡ് സെറ്റുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, ഇനി എന്തൊക്കെ ഇപ്പൊ നല്ല കയ്യും കാലും തന്നിട്ട്, നല്ല പവർ, നല്ല ബുദ്ധി തന്നിട്ട്, ആവശ്യമുള്ളൂ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് മനസ്സിലാവും, നമ്മള് റിച്ച് മൈൻഡ് സെറ്റുള്ള ആളാവണോ വേണ്ടേ തീരുമാനിച്ചാൽ. മറ്റുള്ളവര് റിച്ച് മൈൻഡ് സെറ്റുള്ള ആളാവണം എന്ന് നമ്മൾ തീരുമാനിക്കാൻ പറ്റൂല. ആദ്യത്തെ സാധനം ഇതിന് വേറൊരു രൂപത്തിൽ ഞാൻ പറഞ്ഞത്, വേറൊരു രൂപത്തിൽ എന്താ വെച്ചാല്, 2 സാധനങ്ങൾ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിന് നമ്മൾ പറയാം, നമുക്ക് പറയാം എന്താണ് കോണ്ടന്റ്. എന്താണ് കോണ്ടന്റ്? ഇത് നിങ്ങൾ സ്വീകരിച്ച ഒരു പാത്രം. എല്ലാവരും ഒരേപോലെ എല്ലാം എടുത്തിട്ടാവാം. സഫീര വേറെ രൂപത്തിലേക്കണം, റിൻഷ വേറെ രൂപത്തിലേക്കണം, മുബഷിറ വേറെ രൂപത്തിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ എടുത്തൊരു പാത്രമുണ്ട്, ആ പാത്രത്തിന്റെ പേരാണ് കോണ്ടെക്സ്റ്റ്, അതായത് കണ്ടെയ്നർ. എന്താണ് കോണ്ടെക്സ്റ്റ്? കണ്ടെയ്നർ. ആ കണ്ടെയ്നർ എത്രത്തോളം ശുദ്ധിയുണ്ടോ അതനുസരിച്ചിട്ടിരിക്കും നിങ്ങൾക്ക് കിട്ടിയ കാര്യത്തിന്റെ പെർഫോമൻസ്. എങ്ങനെ മനസ്സിലായോ? ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, ഇതൊരു ചളിയായ ഗ്ലാസ്സിലേക്കാണ് ഇത് ഒഴിച്ചതെങ്കിൽ, നല്ല വെള്ളം ഒഴിച്ചത്, പക്ഷെ ഗ്ലാസ്സിൽ എന്തുണ്ടായിരുന്നു, ചളി ഉണ്ടായിരുന്നു. എന്തായി? ചളി വെള്ളമായി. ആണോ അല്ലേ? അല്ലെ? ഇതേപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ശുദ്ധമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ ക്ലിയർ ഉള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണോ, നിങ്ങളുടെ ക്ലാസ് വൃത്തിയുള്ളതാണോ, നിങ്ങളുടെ ക്ലാസ് മൈനസ് അല്ലാത്തതാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇതിന്റെ വലിപ്പം തീരുമാനിക്കണം നിങ്ങളാണ്. ഇത് എത്രത്തോളം വലിപ്പമുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് എന്തിനും സ്വീകരിക്കാൻ പറ്റും. ഒരു പ്രശ്നമല്ല, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? ബിക്കോസ് മൈ കണ്ടെയ്നർ ഈസ് വെരി ബിഗ്. ഓൻ പറഞ്ഞതല്ലേ, അതൊരു മൂലക്ക വെക്കാം, സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്.
ഒരു സൈഡിൽ വെച്ചു. ചെറുതാണെങ്കിലോ ഇടുങ്ങിയതാണെങ്കിലോ അത് നമ്മൾ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. ഓക്കെ, ഇത് വലുതാക്കുക എന്നുള്ളത് നമ്മളെ പണിയാണ്. സക്സസ് ആവണമെങ്കിൽ, നമ്മളെ പർപ്പസിലേക്ക് എത്തണമെങ്കിൽ, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇത് നിർബന്ധമാണ്. ഈ കണ്ടെയ്നർ വലുതാക്കിക്കൊണ്ടേയിരിക്കണം. പണ്ട് എന്തൊക്കെ പറയും നിങ്ങൾ ആലോചിക്കി, എന്തൊക്കെ പറയും. ഞാനേ ഇന്നെ തന്നെ പറയട്ടോ, ഇന്നെ തന്നെ പറയുന്നതിന് പ്രശ്നമില്ലല്ലോ. ഞാൻ ഇപ്പൊ അടുത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഈ സിംസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്റെ സുരേഷ് മാഷിന്റെ എന്നെ സുഹൃത്താണ്, കുറെ കാലമായി കണ്ടിട്ട്. അപ്പൊ മൂപ്പർക്ക് ഇത്ര കുടവയറുണ്ട് അപ്പൊ എന്നോട് ഞാൻ ഒരു ഹോസ്റ്റലുണ്ട് ഒരിക്കൽ. അപ്പൊ ഹോസ്റ്റലിലേക്ക് ടൈപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പൊ മൂപ്പരെ കൂടാൻ പോവാം. അപ്പൊ എന്നോട് ആഹാ ഈ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നല്ലോ. എന്നിട്ട് ചോദിച്ചു അവിടെ കുറെ പെൺകുട്ടികൾ പഠിക്കണ്ടല്ലേ ഉണ്ട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ തടി ഉണ്ടായിരുന്നു, അതാണ് സത്യം. ഞാൻ തടി ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, തടിയൊക്കെ കുറച്ച് ഒക്കെ ഇങ്ങനെ ആയപ്പോ മൂപ്പരിനോട് ചോദിക്കാണ്, ഈ എന്ത് ചെയ്ത് തടി കുറച്ചതല്ലോ, അവിടെ കുറെ നല്ല പെൺകുട്ടികൾ തരാം പഠിക്കാന്. അപ്പൊ പെൺകുട്ടികളെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തടി കുറച്ചതെന്നാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ പറഞ്ഞു പെൺകുട്ടികളുണ്ടായിരുന്നു, അതുകൊണ്ടല്ല എനിക്ക് ഹോസ്റ്റലിൽ എറിഞ്ഞു പോയത്. എന്ത് പറഞ്ഞു, ഇന്റത് ഒന്നും കുറഞ്ഞില്ല. എന്നോട് ഷുഗർ ഉണ്ട്, ഷുഗർ ഒന്നും ഇല്ല. എന്നോട് നിനക്ക് ഷുഗർ ഒക്കെ ഉണ്ട്, പക്ഷെ എന്റെ കുറഞ്ഞില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. സിമ്പിൾ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ശ്രദ്ധിച്ചോ. ഞാൻ എന്തിനാ വയറ് കുറച്ച് വെച്ചാൽ ഇന്റെ കോൺഫിഡൻസിന് വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളോടൊക്കെ പറയാം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം എന്ന് പറയാം. എന്നിട്ട് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളോട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം എന്ന് പറയാം? നിങ്ങൾ ഓൾറെഡി ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളോട് ഇങ്ങനെ പറയാം ഉണ്ടാക്കാൻ, അതിനെന്ത് റിസൾട്ട് ഉണ്ടാവുക? റിസൾട്ട് ഉണ്ടാവില്ല. എനിക്ക് ഇന്ന നോക്കിയിട്ട് പറയുമ്പോൾ ഇന്ന നോക്കി പഠിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റണം. ഞാനായിരിക്കുന്ന റോൾ മോഡലാണ് അവൻ പറ്റണം എനിക്ക്. അത് പറ്റില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നല്ല റിസ്ക് എടുത്ത് ചെയ്തതാണ്. എല്ലാവരും ചോദിക്കും, പല ആൾക്കാരും ചോദിക്കും. ഇന്നലെ ഒരു കല്യാണത്തിന് പോയി, അവിടെ കുറെ വർഷങ്ങൾക്ക് പോലെ കണ്ട ആൾക്കാരാണ്. എന്ത് ചെയ്ത്, എന്തെങ്കിലും അസുഖം ഉണ്ടോ, എന്തെങ്കിലും പറ്റി, എന്ത് ചെയ്ത് തടി ഇങ്ങനെ കുറച്ച് പണിയുണ്ട്. ചിലർ ചോദിക്കും അത് പറഞ്ഞടിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കഴിയൂല, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ ഒന്ന് ഒഴിവായി പോയി, ഞാൻ ചെയ്യാൻ കഴിയൂല. അത്രയും കഠിനമായിട്ടുള്ള റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ എന്റെ സ്റ്റെപ്പ് കുറച്ച് കഠിനമായിരുന്നു, കാരണം എന്റെ ലക്ഷ്യം എന്താണ്, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് സംഭവം. അപ്പൊ ആരെന്ത് പറഞ്ഞാലും എന്റെ കണ്ടെയ്നർ എപ്പോഴും ഞാൻ എന്തെങ്കിലും കാര്യമാക്കി വെക്കും. അപ്പൊ ആരെങ്കിലും ഒരു വിഷയം ഉണ്ടായാല് അയാൾ എന്താ പറഞ്ഞത് പെൺകുട്ടി, അപ്പൊ ഞാൻ നിങ്ങളെന്താ അങ്ങനെ പറയണ്ടേ, നിങ്ങളെന്താ ഇങ്ങനെ പറയണ്ടേ, അയാളൊന്നും ചോദിച്ചില്ല. എന്താ കാരണം, എന്റെ കണ്ടെയ്നറിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അയാൾ ചോദിച്ച ചോദ്യത്തിനെ ഞാനൊരു ചെറിയ സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. പ്രശ്നം സോൾവ്. ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇതാണ് ഒരു സാധനം. ഇനി നമ്മള് ഒരു എന്താ പറയാ, ഈ പൂവർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ പറയുക, ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല, സെൽഫ് വർത്തിനെസ് ഉണ്ടാവില്ല. ഇതൊക്കെ കുറവേക്കാൻ ഫുൾ ഡൗൺ ആകാൻ. പക്ഷെ ഓലിങ്ങനെ നമ്മളെ അടിക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി പോകും. ഒന്നും ഉണ്ടാവില്ല. 4 ചോദ്യം ചോദിക്കുന്നതോട് കൂടി ഓല് തളരും. ഓലത്ത് പിന്നെ ഒന്നും പറയാണ്ടാവില്ല. ഇത് ഈ പൂവർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകത. റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള എങ്ങനെ വെച്ചാൽ, ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാ. എങ്ങനെ വെച്ചാൽ, നിങ്ങൾ ഈ കരാട്ട ഉണ്ടല്ലേ, ഈ കരാട്ട കുൻഫു ഒക്കെ ആദ്യമായിട്ട് പഠിക്കാൻ പോണ ആൾക്കാര് കുറച്ച് പഠിച്ചു കഴിഞ്ഞാല് ഒരു എന്താ വെച്ചാല് സുഹൃത്തുക്കളൊക്കെ കാണുമ്പോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും, ആക്ഷനൊക്കെ ആയിട്ട് വരും. ഭയങ്കര ആക്ഷനൊക്കെ ആയിട്ട് വരും. കാരണം ഒരു കരാട്ടക്ക് പോകുന്ന അങ്ങനെ സംഭവിച്ചു വരും. അതുമാതിരി കുറച്ച് ജിമ്മിലൊക്കെ വരും, കുറച്ച് കാലം പോകുമ്പോൾ തന്നെ മസിൽ ഇങ്ങനെ ആക്കി വെക്കും. ഇങ്ങനെ ആക്കി വെക്കും. എന്നാല് ഇതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ചെയ്ത ഒരാൾ, അയാളെ കണ്ടാൽ നമുക്ക് അറിയില്ല കരാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ, പക്ഷെ നമുക്ക് അറിയില്ല. അയാൾക്ക് അടിയാണ് തുടങ്ങുമ്പോൾ അയാളെ കരാട്ടെ എടുക്കുള്ളൂ. എന്താ കാരണം, അതിൽ ഫുൾ സെറ്റാണ്. അയാൾക്ക് അത് അപ്പെടുത്താൽ മതി, അയാൾക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെയാണ് ഇതുണ്ടാവും. അപ്പൊ റിച്ച് മൈൻഡ് നല്ല കണ്ടെയ്നറുള്ള ആളാണെങ്കിൽ അയാള് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ആരെങ്കിലും ചീത്താന്ന് അവൻ പറഞ്ഞോട്ടെ, ഓനൊരു സുഖം കിട്ടണി കിട്ടിക്കോട്ടെ, ഉണ്ടാവും.
മറ്റേ എന്താ ഉണ്ടാവുക, അമ്മായിമ്മ എന്തെങ്കിലും പറയുമ്പോൾ അമ്മായിമാനോട് നാലിന് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ആകെ പ്രശ്നമായി. പിന്നെ അതൊക്കെ കഴിയുമ്പോ പിന്നെ മുഖത്ത് പോക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മളോട് പോരാ. ആർക്കാ നഷ്ടം? നമുക്ക്. നമ്മളെ വിലയാണ് എല്ലായിടത്തും പോവാം. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു റിച്ച് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു ബ്ലൂ പ്രിന്റ്. എന്താണ് ബ്ലൂ പ്രിന്റ്? ഒരു ലൈഫിന്റെ ബ്ലൂ പ്രിന്റ്. ഈ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് കയറി പോകുന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് വരക്കാം. ഒരു സിമ്പിൾ ആയിട്ട് സാധനമായിട്ട്. ഓക്കെ, നിങ്ങൾ കുറച്ച് സമയം ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് എക്സ്ട്രാ ഇരിക്കേണ്ടി വരിക. നല്ല തീരുമാനം. നിങ്ങൾ ഇരിക്കൂലേ? ഇരിക്കണമെങ്കിൽ ഞാൻ തുടങ്ങുള്ളൂ. നിങ്ങൾ എണീറ്റ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങൂല. ഇരിക്കോ? പറഞ്ഞോ? നിർത്തണോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ ഇതിനെ നമുക്ക് പല സ്റ്റെപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് അതിവിശാലമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഏറ്റവും താഴെ. ഇതിന്റെ പേരാണ്, ഇത് നമ്മളുടെ ഇപ്പോഴുള്ള എൻവിയോൺമെന്റ് ആണ്. ഈന്ന് കൊടുക്കാം നമുക്ക്. എൻവിയോൺമെന്റ്, ഇപ്പോഴത്തെ എൻവിയോൺമെന്റ് ആണ്. എന്താണ് പ്രത്യേകത? ഇപ്പോഴുള്ള സാഹചര്യം, അതായത് നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ പോണ ആ ഒരു സാഹചര്യം, എന്തായാലും അങ്ങനെ പോകണം. എന്താണ്, നമുക്ക് ഇത്ര വയസ്സായി, അപ്പൊ കല്യാണം കഴിഞ്ഞു, പിന്നെ കഴിഞ്ഞ് ഇത്ര കാലമായി, കുട്ടിയായിട്ട് ഇങ്ങനെ പോണ ആ കാലം. അതായത് നമ്മളിങ്ങനെ എന്താ പറയാ, എന്നും രാവിലെ എണീക്കുന്നു, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അലക്കാനുള്ളതൊക്കെ അലക്കുന്നു, പാത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറ്റൊക്കെ അടിക്കുന്നു, വീടൊക്കെ വൃത്തിയാക്കുന്നു. അപ്പോഴേക്കും ഒരു ഉച്ച സമയമാവുന്നു. അപ്പൊ കുളിച്ച് ഫ്രഷായി ഒന്ന് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങുന്നു. അപ്പോഴേക്ക് സ്കൂൾ വിട്ട് കുട്ടി വരാനായി. അപ്പൊ കുട്ടിക്കുള്ള ചായയും കടി ഉണ്ടാക്കുന്നു. ഇതാണെന്റെ ഇതാ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ ഇങ്ങനെ പോവാ. സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, ചില ഈ ചാവി എടുത്താല് വർക്ക് ചെയ്യുന്ന ഇതൊക്കെ അതേപോലെ ചാവിന് കൊടുത്തു വെച്ചു, അതങ്ങനെ ആ കയ്യോട് അങ്ങനെ പോകും. ഇതാണ് ഡിഫോൾട്ട് സെറ്റിംഗ്സ് പറഞ്ഞത്. അത് അങ്ങനെ പോണ ഈ എൻവിയോൺമെന്റ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കണം, അടുത്തൊരു സ്റ്റെപ്പ് കയറാൻ പോവാണ്. ഇതിന്റെ പ്രത്യേക ഈ എൻവിയോൺമെന്റ് വിശാലമായതാണ്, അതങ്ങനെ പരന്നു കിടക്കണം. അടുത്തത് എന്താ വെച്ചാൽ നമ്മളിലേക്ക് ഉണ്ടാക്കേണ്ട സാധനം, ആദ്യത്തെ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം, അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വിൻഡോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിൽ വിൻഡോസ് മാത്രമുള്ള ഒരു എന്താ പറയാ, ഒരു പ്ലാറ്റ്ഫോം, ഒരു കമ്പ്യൂട്ടർ. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഫോൺ വാങ്ങി അതിലൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു ഫോണ്. ഓക്കെ, അതിന് പിന്നെ നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യണോ, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണോ, അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ ആദ്യത്തെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും എന്റെ ഇരു കൈകൾ കൊണ്ട് ഞാൻ ഇതിനെ താങ്ങി നിർത്തും. ആഹാ, ആ പവർ! എന്ത് വന്നാലും വേണ്ടിയില്ല, ഞാൻ അതിനെ എന്ത് ചെയ്യും? നേരിടും എന്നുള്ള ആറ്റിറ്റ്യൂഡ്, എന്നുള്ള ശക്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ഇതാണ് ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അവരെന്നെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, ചീത്ത പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യും? അതിനെ നേരിടാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പ് നമ്മൾ കയറേണ്ട ആവശ്യമുണ്ടല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ കയറും. അതിന്റെ പേരാണ് ബിഹേവിയർ. എന്താണ് ബിഹേവിയർ? നമ്മളെ സ്വഭാവം മാറും. അങ്ങനെ ആയാൽ മാറും. ക്ഷമയുള്ള നല്ല രീതിയിലുള്ള ഒരു സ്വഭാവമായി മാറും. നല്ല പുഞ്ചിരിക്കാൻ കഴിയുന്ന, ഏത് സമയത്തും പുഞ്ചിരിക്കാൻ കഴിയുന്ന, ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആരോടും നമുക്ക് എന്താ പറയാ കൂട്ടുകൂടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല ബിഹേവിയർ, നല്ലൊരു സ്വഭാവം നമ്മളിൽ നിന്ന് ഉത്ഭവിക്കപ്പെടും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത സാധനമാണ് നമ്മളെ ഉള്ളിലുള്ള കുറെ ബിലീഫ്സ് ഉണ്ടാവും. അതായത് റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് അല്ല, അതായത് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളല്ല, വേറെ കുറെ നെഗറ്റീവ് ലിമിറ്റഡ് ബിലീഫ്സ് ഉണ്ടാവും. എന്താണ് ലിമിറ്റഡ് ബിലീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഉദാഹരണം പറയാം. ലിമിറ്റഡ് ബിലീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാണ് കൊക്കിലൊതുങ്ങുന്നവരെ കൊത്താവും. കേട്ടില്ല നിങ്ങള്? അതായത് എന്നെ കൊണ്ട് കയ്യിന് ചെയ്താൽ പോരാ, അതിലപ്പുറം ചെയ്യണോ? മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊക്ക് നമ്മളെ വലുതാക്കിയാലോ? നമുക്ക് അത്രയും കൊത്തിക്കൂടാ? എന്റെ കൊക്ക് ചെറുതാണ് ഇപ്പൊ. ഞാനൊരു കാര്യം ചെയ്തു, കൊക്കിലൊന്നുമേ കൊത്തുന്നുള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരി. ഞാൻ എന്റെ കൊക്ക് കുറച്ച് വലുതാക്കി, അപ്പൊ പ്രശ്നമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ചെറിയ കൊട്ടക്ക് പകരം വലിയൊരു JCB കൊട്ടറ വെച്ചു, അപ്പൊ എന്തായി? വലിയ കൊക്കായി. അപ്പൊ എനിക്ക് എത്രയും വാരി കൂടെ? ആ കൊക്കിലൊതുങ്ങുന്നത് എന്റെ കൊക്ക് വലുതാക്കിയ പോരാ?
ആ പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ലിമിറ്റഡ് ബിലീവ്സ്. അത്ര മതി അവിടെയൊക്കെ. ഈ പെണ്ണാണ്, ഈ എനിക്ക് ഇങ്ങനെയുള്ളതാണ്, അതുകൊണ്ട് ഈ ചെയ്യണ്ട. ലിമിറ്റഡ് ബിലീവ്സ്, ലിമിറ്റഡ് ബിലീവ്സ്. പിന്നെ അതേപോലെ തന്നെ വേറെ കുറെ ബിലീവ്സ് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം, എന്താ പറയാ, ഏഹ്, ഒരു മൈനനെ കണ്ടാൽ ദുഃഖം, 2 മൈനനെ കണ്ടാൽ സന്തോഷം. കേട്ടില്ലേ അങ്ങനെ? കേട്ടില്ലേ? ശ്രദ്ധിച്ചോട്ടോ, ഇനി ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. രാവിലെ ക്ലാസ്സിനോ ജോലിക്കോ പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. 10 മണിക്ക് എത്തണം. അപ്പോ എനിക്ക് ഏകദേശം ഒരു 8:30 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ഞാന്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാ ജോലിയും കഴിച്ച്, എനിക്ക് വീട്ടിൽ ജോലിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ വീട്ടിലെ ജോലി എന്തൊക്കെ നടക്കണം, പാത്രം മോറണം, അടിച്ചു വാരണം, പിന്നെ കക്കൂസ് കുളിമുറി ഒക്കെ കഴുകണം, എല്ലാം വൃത്തിയാക്കി റെഡി ആക്കിയിട്ട് പോരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ചെല്ലുമ്പോ മറ്റുള്ളവരുടെ മുഖമൊക്കെ വീർത്തിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറയാന്നുള്ള പേടിക്ക് ഇതെല്ലാം ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത്, നിങ്ങൾ ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഓടുന്ന സമയത്ത് ചെരുപ്പിന്റെ വാറ് പൊട്ടി. എന്താ പൊട്ടിയത്? വള്ളി പൊട്ടി. അതിന്റെ തൊട്ട് മുന്നേ നിങ്ങൾ മുറ്റത്ത് എന്താ കണ്ടത്? ഒരു മൈനനെ കണ്ടു. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിൽ, ഇന്നത്തെ ദിവസം ഓക്ക. ആര് തീരുമാനിച്ചത്? നമ്മൾ തീരുമാനിച്ചു. ചെരുപ്പിന്റെ വാറം പൊട്ടി. അപ്പൊ നമ്മൾ എന്താ പറയാ? അപ്പോഴേ അറിയാം, മൈനനെ കണ്ടപ്പോഴേ എനിക്കറിയാം ഇന്നത്തെ കാര്യം എന്താ. 3-4 ദിവസമായി ചെരുപ്പ് മാറ്റണം എന്ന് നമ്മളതിനെ കരുതലോടിയിട്ട്, പക്ഷെ നമുക്ക് ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ്, മാറ്റാൻ പറ്റില്ല. അത് കഴിഞ്ഞ് എന്തായാലും ചെരുപ്പൊക്കെ ഒട്ടിച്ചൊക്കെ സെറ്റാക്കിക്കാണ്ട് തൽക്കാലം എങ്ങനെയും ഞൊണ്ടി പേക്കി വന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ എന്നും പോണ ബസ് പോയി. എന്തായി? സ്വാഭാവികമായിട്ടും എന്താ പറയാ നമ്മള്, ആ മൈനനെ കണ്ടപ്പോഴേ എനിക്ക് അറിയാം. എന്തായാലും കുറച്ചു നേരം എന്നിട്ട് ബസ് വരുന്നില്ല. അപ്പോ ബസ് ഇങ്ങനെ വരുന്നുണ്ട്, KSRTC നല്ല തിരക്കാ. എന്തായാലും KSRTC കുത്തിപ്പിടിച്ച് കയറിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കുറെ എത്തിയപ്പോ KSRTC പഞ്ചറായി. പഞ്ചറായാലും കുഴപ്പമുണ്ട്, എന്താ, അടുത്ത ബസ്സിന് പോരാൻ പറ്റില്ല, KSRTC വന്നിട്ടേ പോരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൈസ പോകും. അപ്പൊ എന്താ പറയാ, അപ്പോഴേ എനിക്കറിയാം, ആ മൈനനെ കണ്ടപ്പോഴേ അറിയാം ഇന്നത്തെ കാര്യം നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ബസ്സിൽ നിങ്ങളല്ലാത്ത 10-60 ആൾക്കാരുണ്ട്. ആരെങ്കിലും നിങ്ങൾ കണ്ട മൈനനെ കണ്ടിരുന്നോ? ഇല്ലല്ലോ, ഇല്ല. പിന്നെ എങ്ങനെ സംഭവിച്ചത്? ഈ മൈനും KSRTC ഒരു ബന്ധമില്ല, എവിടെ ഇല്ല. നമ്മളെടുത്ത് ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് പഴിച്ചപ്പോ സംഭവിച്ചാണ്. മൈനന്റെ പാട്ടിനെ വിടുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളായിട്ട് പോവാ. അപ്പൊ അങ്ങനത്തെ ബിലീഫ്സ്, അതാണ് എന്ത്, ഈ ലിമിറ്റഡ് ബിലീഫ്സ് എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതായത് ഡെവലപ്പ് ചെയ്ത കഴിവുകളെ നമ്മൾ ക്യാപ്പബിലിറ്റി എന്നാണ് പറയാം. അതായത് നമുക്ക് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുകയാണ്, നീന്തൽ ഇങ്ങനെയാണ്, സ്വിമ്മിങ് ഇങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചു, അതൊരു സ്കില്ലാണ്, ആ സ്കില്ലിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. ആ സ്കില്ല് നമ്മളിലുണ്ട് എന്നൊക്കെ നമുക്കറിയാം, പക്ഷെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ അറിയാം. പഠിച്ചു കഴിഞ്ഞ് നമുക്ക് നീന്താൻ അറിയുന്നതിനെ ക്യാപ്പബിലിറ്റി എന്ന് പറയും, മറ്റേതെന്താണ്, സ്കില്ല് എന്ന് പറയും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപ്പബിലിറ്റി, സ്കില്ലിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ആവശ്യമായിട്ടുള്ള എത്തേണ്ട ഭാഗത്തേക്കുള്ള എന്ത് ചെയ്യണം, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്പ് ചെയ്ത് നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള, നല്ല ബിഹേവിയർ ഉള്ള, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് മാത്രമുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകൽ തുടങ്ങും. ഞാൻ ആരാണ്, അതിന്റെ പേരാണ് ഐഡന്റിറ്റി. നമ്മളുടെ ഐഡന്റിറ്റി എന്താണ് നമുക്ക് മനസ്സിലാവും. ഞാൻ ആരാണ്, ഞാൻ ആരാണ്, എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള സാധനം പുറത്തേക്ക് വരും. എവിടുന്ന അതൊക്കെ വരുന്നത്? അപ്പുറത്തുള്ള പലചരക്ക് കടയിൽ നിന്നല്ല, ലുലുമാളിൽ നിന്നല്ല. എവിടുന്ന വരുന്നത്? നമ്മളെ ഉള്ളിൽ നിന്ന് വരും. എന്താണ്? ഉള്ളിൽ നിന്ന് വരും. ഉള്ളിൽ നിന്ന് വരണമെന്ന് പറഞ്ഞപ്പോ ഏമ്പക്കല്ല, ഉള്ളിൽ നിന്ന് വരും ഈ സാധനം. നമ്മക്ക് തന്നെ നമ്മളങ്ങനെ തിരിച്ചറിയണം. അത് കഴിയുമ്പോ നമ്മളെ പർപ്പസ് ക്ലിയർ ആവും. നമ്മൾ എവിടെയാണോ എത്തണം ആഗ്രഹിച്ചതിന്റെ ആ ഉയരത്തിൽ നമ്മൾ എത്തിയിരിക്കും. അപ്പൊ ഈ ഉയരത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, ഉയരത്തിൽ നിന്ന് എന്ത് സാധനത്തിനെ കാണുമ്പോഴും വളരെ ഭംഗിയൊക്കെ. ഇപ്പൊ നമ്മളെ വീടിന്റെ ചുറ്റുഭാഗം കുറെ പുല്ലൊക്കെ ഉണ്ട്. പുല്ലൊക്കെ പറഞ്ഞാല് അതിന്റെ അടുത്ത് പോയി നോക്കിയാൽ അത് ഒരുമാതിരി ചൊറിയുന്ന പുല്ലൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോ എന്തൊരു ഭംഗിയുള്ള പച്ചപ്പ്. നിങ്ങൾ വയലിലേക്ക് നോക്കുമ്പോ എന്തൊരു ഭംഗി. വയലാകെ ചളിയാണ്, ആകെ ചളിയാണ്.
അതിൽ തന്നെ പല ചീഞ്ഞതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ദൂരം ഇങ്ങനെ എന്തൊരു പച്ചപ്പ്, എന്തൊരു ഭംഗി. എന്താ കാരണം? നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ഉയരത്തിലാണ് നമ്മൾ ബസ്സിൽ. മേലിന്ന് ഇങ്ങനെ കാണുമ്പോ ആ വെള്ള ഇതിങ്ങനെ കാണുമ്പോ പച്ച ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ഭംഗിയുണ്ടാവും. തൊട്ടടുത്തേക്ക് ചെല്ലുമ്പോഴോ അത് വൃത്തികെട്ടതായി. അപ്പോ ഈ ഉയരത്തിൽ നിന്ന് നമ്മൾ നല്ല പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ നമ്മളെ ഐഡന്റിറ്റി അടിപൊളിയായിരിക്കും. നമ്മളെ ക്യാപ്പബിലിറ്റി നല്ല ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും. നല്ല ബിലീഫ്സ് ആയിരിക്കും. നല്ല ബിഹേവിയർ ആയിരിക്കും. നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന എൻവിയോൺമെന്റ്, അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്ത എൻവിയോൺമെന്റ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇതിൽ നമുക്ക് മറ്റുള്ളവർ നമ്മൾ പരിഗണിക്കുന്ന, മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സന്തോഷമുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടാവണമെങ്കിൽ ഈ പണി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ആക്ഷൻ ആക്കണം. ആക്ഷൻ ആക്കുന്നതിന് മാത്രമേ എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ, എല്ലാത്തിനും ഒരു കാര്യം ഉണ്ടാവും. നെഗറ്റീവ്സും നമ്മളെ തളർത്താനുള്ളതൊക്കെ പലതും വരും. പക്ഷെ അതൊന്നും നമ്മൾ തളരാനുള്ള കാരണമല്ല, വളരാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. എനിക്കത് വളർന്നേ പറ്റുള്ളൂ, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ, എനിക്കെന്റെ ലക്ഷ്യത്തിൽ എത്തിയേ പറ്റുള്ളൂ. അതിനാരൊക്കെ തടസ്സമുണ്ടെങ്കിലും എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും അത് എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് പോകാൻ ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പുകളൊക്കെ മാറി 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 നമുക്ക് എത്താം. ഓക്കെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഏ? എന്തെങ്കിലും മനസ്സിലായോ? അതോ കുറെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട്, ഇങ്ങനെ കുറെ സൗണ്ട് ഒക്കെ കേട്ട് ഇങ്ങനെ ആ രസകരമായിട്ട് കുറെ മോട്ടിവേഷൻ കിട്ടി എന്നുള്ള ഒരു കാര്യമില്ല. ഇത് ആക്ഷൻ ആക്കിയില്ലെങ്കിൽ ഇതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ചാർജ് ഇറങ്ങും. ഇപ്പൊ കയറി ചാർജ് ഇറങ്ങും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തുടങ്ങാം. ആദ്യം ഒരു ലക്ഷ്യം തീരുമാനിക്കുക. എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം. അല്ലാതെ വെറുതെ ഒരു കോഴ്സ് എടുത്തു, കോഴ്സ് ഒക്കെ ചെയ്തു, 6 മാസമായി. 6 മാസം നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും 6 മാസം ചലിക്കും. നിക്കോ? നിക്കൂല. അത് അങ്ങനെ പോകും. പക്ഷെ നമ്മൾ നമ്മളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയാലേ നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചത് നേടിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹിച്ച ജീവിതം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ ആഗ്രഹിച്ച ജീവിതം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കാണ് ഒരു ദിവസം. ഇപ്പൊ ചിലർ വീട്ടിൽ ഇങ്ങനെ പറയാ, ഈ ഇപ്പൊ ജോലിക്കൊന്നും പോയിട്ട് എന്ത് വേണ്ട, ഇവിടെ ഇപ്പൊ ചെലവ് ചെയ്യണ്ട, അതിനുള്ള പൈസ ഒന്നും ഇപ്പൊ ഈ കൊണ്ടുവരണ്ട. പക്ഷെ നിങ്ങളൊരു കാര്യം കരുതിക്കളി, നിങ്ങൾക്ക് വേണം, അതിന് തീരുമാനിച്ചാല് എന്താ കുഴപ്പം? എന്താ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഒരു 10,000 ഒരു 8,000 ശമ്പളം ഉള്ളൂ. നിങ്ങളെ ഏറ്റവും വലിയ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക്. അപ്പൊ നിങ്ങള് ഒരു ഉദാഹരണം പറയാനേ, നിങ്ങള് എന്താ ഒരു ദിവസം ഒരു, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ഷവർമ്മ തിന്നാൻ നിങ്ങൾക്ക് ആഗ്രഹം വന്നു. എന്താണ്? ഷവർമ്മ. ഭർത്താവ് ജോലി പണിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. പക്ഷെ ആ പാവത്തിന്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ കാശ് കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ പറയാണ് ഒരു ഷവർമ്മ തിന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളോട് ചിലപ്പോ പറയുന്നത് വെച്ചാൽ, എന്താ എന്റെ കഥ? ഷവർമ്മ തിന്നാല് ആൾക്കാരുടെ മലപ്പുറത്ത് ഷവർമ്മ എന്നിട്ട് മരിച്ചു വീണു, തിരൂര് മരിച്ചു വീണു, കോഴിക്കോട് മരിച്ചനെ, എനിക്ക് മരിച്ചണോ വെച്ചു. ഏഹ് ഷവർമ്മ തിന്നില്ലെങ്കിലും വേണ്ടി എനിക്ക് മരിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഞാൻ മരിച്ച ഞങ്ങള് വേറെ പെണ്ണ് കിട്ടും അല്ലെ? ആദ്യത്തെ ചിന്ത നമുക്ക് അതാ പോവാ. ഏനെ അല്ല റിംഷ, ആദ്യത്തെ ചിന്ത അതാ പോവാ. എന്താ പോവാ? ഞാൻ മരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ അങ്ങനെ സുഖിക്കണ്ട, ഷവർമ്മ വേണ്ട. അല്ല, സത്യത്തിൽ അയാൾക്ക് പൈസ ഇല്ല, അതാണ് അർത്ഥം. എന്നിട്ടോ വേറൊരു ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടില്ല, ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ചുട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കുക. കുറെ കഴിഞ്ഞപ്പോ അയാൾ വന്നു. വന്നപ്പോ പറയാണ് നിങ്ങളോട്, എന്താ നേരെ വൈകിച്ചപ്പോ പറയണേ, ഏയ് ഞാനേ എന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നിരുന്നു. അപ്പൊ അവിടെ ഒരു പുതിയ കൂൾ ബാർ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ നല്ല അടിപൊളി ഷവർമ്മ ഉണ്ടായിരുന്നു, ഗൾഫിൽ കിട്ടുന്ന അങ്ങനത്തെ ഷവർമ്മയാണായിരുന്നു. അപ്പൊ ഞാനും ഓനെ കൂടി പോയിട്ട് ഷവർമ്മ തിന്ന് വരികയാണ്. ഈ ആദ്യം പണ്ട് പറഞ്ഞ അയാൾ മറന്നുകൊള്ളു, പക്ഷെ നിങ്ങളെ ഉള്ളിൽ ആ സാധനം ഉണ്ടാവും. അപ്പൊ നിങ്ങള് ആഹാ, അപ്പൊ നമ്മള് തിന്നാലേ എന്തുള്ളൂ? മരിച്ചുള്ളൂ. ഓര് തിന്നാലും എന്തെയില്ല? മരിച്ചില്ല. എന്നാലോ നിങ്ങൾക്ക് ശമ്പളമൊക്കെ കിട്ടി. ശമ്പളം കിട്ടി 8,000 ഉള്ളൂ അല്ലെങ്കിൽ 10,000 ഉള്ളൂ, ശമ്പളം കിട്ടി. നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഷവർമ്മ തന്നു, നിങ്ങൾ ആഗ്രഹമാണ് കുറെ ദിവസമായിട്ടില്ല. നിങ്ങൾ ഹസ്ബൻഡ് ഇങ്ങനെ വരുമ്പോ തന്നെ പറയാണ്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഒരു 500 രൂപ എടുത്തിട്ട് നമ്മൾ എല്ലാവരും ഇന്ന് പോയിട്ട് ഒരു 4 ഷവർമ്മ പാർസൽ ഉണ്ട്, നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കും. അപ്പൊ പോയി കൊണ്ടുവരും. അപ്പൊ കൊണ്ടുവരും. എങ്ങനെ സന്തോഷം ഉണ്ടാക്കുക? ഇങ്ങനെ സന്തോഷം.
ജോലി ചെയ്ത കാശ് കൊണ്ട് ഇങ്ങനെ സന്തോഷമുണ്ടാക്കാം. ജോലി ചെയ്ത കാശ് എല്ലാം കൂടെ കൊണ്ടേക്കാണ്ട് സ്വർണം വാങ്ങുകയല്ല ചെയ്യുക, ജീവിക്കാം, സന്തോഷം ഉണ്ടാക്കാം. ഇങ്ങനെയാണ് സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാക്കുക. അതിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അതിന് ഇതൊക്കെ ചെയ്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടുള്ള. പുസ്തകത്തിൽ മാത്രം പഠിച്ചു, പരീക്ഷയ്ക്ക് മാത്രം മാർക്ക് ഉണ്ടായി കഴിയുക. ഇന്റേണൽ ട്രാൻസ്ഫർമേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് യു ആർ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ മനുഷ്യരാണ്, എന്തിരെന്നല്ല. അതുകൊണ്ട് നമ്മൾ പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന സാധനമാണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷന്റെ മെയിൻ ഭാഗം. പല ഇമോഷൻസ് ഉണ്ടാവും. ആ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ പഠിക്കണം. എന്റെ ഇമോഷൻസിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഇമോഷൻസിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് പഠിക്കലാണ് ഈ സാധനം. അപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. സമയം കുറച്ചധികമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എപ്പോഴും കാണാം. ഓക്കെ, യെസ്.